എൻ്റെ OP-യിൽ ഒരു രോഗി വന്നിരുന്നു, ഒരു സ്ത്രീ. അപ്പോൾ അതിൻ്റെ ഭർത്താവ് മരിച്ചു. അപ്പോൾ ഭയങ്കര സങ്കടം. അപ്പം ആ സങ്കടം അമിതമായത് കാരണം കുട്ടികളെ പോലും നോക്കാൻ പറ്റുന്നില്ല. അതിനെന്തെങ്കിലും മാർഗമുണ്ടോയെന്ന് ചോദിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പം ഇത്ര സ്നേഹങ്ങൾ, നമ്മൾ പല സ്നേഹവും നമ്മൾ കേട്ടിട്ടുണ്ട്, എന്നാലും ഇത്ര സ്നേഹം ഉണ്ടാകാൻ മാത്രം എന്താണ് ഇപ്പോൾ അവരുടെ ജീവിതത്തിൽ ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറഞ്ഞ ചില കാര്യമാണ്. ആ സ്ത്രീ പറഞ്ഞ എന്തോ, എൻ്റെ ഭർത്താവ് ജോലി കഴിഞ്ഞ് റൂമിലെത്തിയാൽ മൂപ്പർക്ക് യാതൊരു പരിപാടിയില്ല, ഫോണ് വീഡിയോ കോൾ അങ്ങോട്ട് ഓണാക്കിയിടും. കടന്നുറങ്ങോളം ആ വീഡിയോ കോൾ ഓണാണ് ആ ഫോണിൻ്റെ. എന്നിട്ട് മൂപ്പര് വെച്ചുണ്ടാക്കുകയാണെങ്കിലൊക്കെ അങ്ങനെ വെച്ചുണ്ടാക്കുക, ഞാൻ ഇതുണ്ടാക്കുകയാണ്, അങ്ങനെ ലൈവായിട്ട് ഇതിങ്ങനെ ഇതന്നെ. അപ്പം ഞങ്ങൾ തമ്മിൽ അത്രയും ബന്ധമാണ്. മൂപ്പര് അവിടെയാണെങ്കിലും അവിടെ അല്ല, അവിടെയാണെങ്കിലും എന്താണ് വീഡിയോ കോളിൽ അങ്ങനെ ലൈവാണ്. ഇവിടെ ചെറിയൊരു കാര്യം ഞാൻ ചെയ്യുകയാണെങ്കിൽ അതിങ്ങനെ വീഡിയോ കോളിൽ, ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ചെടുക്കുകയാണെങ്കിൽ അതിങ്ങനെ മൂപ്പര് കാണിച്ചു കൊടുക്കും. മൂപ്പരോടെ പണി കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ബന്ധമാണ്. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം മൂപ്പര് വന്നപ്പോൾ ഞാൻ മനസ്സിൽ വിചാരിച്ചു ഒരു ചെക്കപ്പൊക്കെ ഒന്ന് നടത്തണം. മൂപ്പര് ഇടയ്ക്ക് പറയും നെഞ്ഞുവേനുണ്ട് എന്ന്. അപ്പോൾ വരുമ്പോൾ ഒരു ചെക്കപ്പ് നടത്തണം എന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷേ മകളെ കല്യാണമൊക്കെ ആയിട്ട് തിരക്കിൽ ഞാനത് ചെയ്യിക്കാൻ മറന്നു. അവിടെ ചെന്ന് അറ്റാക്കായിട്ട് മരിച്ചു. അപ്പോൾ എൻ്റെ അടുത്തൊരു വീഴ്ച വന്നില്ലേ എന്നുള്ള ശക്തമായ കുറ്റബോധം കൊണ്ട് മാനസിക സമ്മർദ്ദത്തിലായിപ്പോയതാണ്. അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞെന്താ, നിങ്ങൾ ഇങ്ങനെ നിരന്തരം ഒരാളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുക, കണ്ടുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊക്കെ തന്നെയാണ് ഈ സ്നേഹം എന്ന് പറയണത്, അല്ലേ? ഇപ്പോൾ ഈ കാമുകന്മാർ തമ്മിലുള്ള സ്നേഹം എന്താണ്? ഒരിങ്ങനെ ചാറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരിങ്ങനെ വോയിസ് മെസ്സേജ് അയച്ചു കൊണ്ടിരിക്കുകയാണ്, ഒരു വീഡിയോ കോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഒരിങ്ങനെ കാണുകയാണ്, വിളിക്കുകയാണ്. അപ്പോൾ തമ്മിൽ എന്തുണ്ടാവും? ഹറാമായ ബന്ധമാണെങ്കിലും അത് സ്ട്രോങ് ആയിരിക്കും. അപ്പം ഞാൻ പറഞ്ഞത്, നമ്മൾ ഇഷ്ടമാണ് എന്ന് പറയുമ്പോൾ, സ്നേഹമുണ്ട് എന്ന് പറയുമ്പോൾ സഹോദരങ്ങളെ, അവിടെ ചില സാധനങ്ങൾ വർക്കാണുണ്ട്. അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടം നമ്മുടെ മാതാപിതാക്കളെയാണെന്ന് പറയുമ്പോൾ, നമ്മളെ മാതാപിതാക്കളാണ് ഒരു വലിയ സുദീർഘമായൊരു കാലഘട്ടം വളരെ നിസ്സഹായമായൊരവസ്ഥയിൽ നമ്മളെ എന്ത് ചെയ്തത്, വളർത്തിക്കൊണ്ടുവന്നത് എന്നതുകൊണ്ട് തന്നെയാണ്. എന്നാൽ ആ ഗർഭപാത്രത്തിൽ നമ്മൾ ഉണ്ടാകുന്നതിന് മുമ്പ്, നമ്മുടെ ഉമ്മയും ഉപ്പയും കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നമ്മളെപ്പറ്റി അറിയുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നമ്മൾ ആരുടെ മകനായി, ആരുടെ മകളായി, എവിടെ, ഏത് കാലഘട്ടത്തിൽ, ഏത് തൊലിയുടെ നിറത്തിൽ, ഏത് സാമ്പത്തിക അവസ്ഥയിൽ, ഏത് സാമൂഹിക വ്യവസ്ഥിതിയിൽ, ഏത് കാലഘട്ടത്തിൽ ജനിക്കുമെന്ന് അള്ളാഹുവിന് നേരത്തെ അറിയാം. അപ്പോൾ റബ്ബെന്ന് പറഞ്ഞത് നമ്മുടെ മാതാപിതാക്കൾക്കും അതുക്കും മേലെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ റബ്ബിനെ അറിയേണ്ട പോലെ അറിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീൻ, സർവ്വലോകങ്ങളുടെയും രക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആല, അങ്ങനെ മലയാളത്തിൽ പറയാൻ കഴിയുള്ളൂ. ഇപ്പം മലയാളത്തിന് കുറേ പരിമിതികളുണ്ട്. അതാണ് നമ്മളിപ്പോൾ രക്ഷിതാവ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതത്രേ ഉള്ളൂ. രക്ഷിതാവ് നമ്മളെല്ലാം വേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തു തരുന്ന ഒരാൾ എന്ന്, അല്ലേ? ഇപ്പം നമ്മൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഖുർആൻ പാരായണം ആരംഭിക്കുമ്പോൾ നമ്മളൊക്കെ ചെല്ലുന്നുണ്ട് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. എന്താ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ അർത്ഥം ഇപ്പം എന്താണ്? ശപിക്കപ്പെട്ട, ആട്ടപ്പെട്ട പിശാചിൽ നിന്ന് അള്ളാഹുവിനോട് ഞാൻ ശരണം ചോദിക്കുന്നു, കാവൽ തേടുന്നു. അങ്ങനെ പറഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ മനസ്സിൽ വിചാരിച്ചാൽ നമുക്ക് എത്രത്തോളം നമ്മളെ മനസ്സിൽ നമ്മൾ കൊള്ളുന്നുണ്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? സത്യത്തിൽ ഇത് നമ്മുടെ ഭാഷയുടെ പരിമിതിയാണ്. മലയാളം എന്ന ഭാഷയുടെ പരിമിതിയാണെന്ത്? നമ്മൾ ശരണം തേടുന്നു അല്ലെങ്കിൽ കാവൽ ചോദിക്കുന്നു എന്ന് നമ്മൾ മലയാളത്തിൽ അർത്ഥം ആദ എന്ന അറബി പദം, അതാണ് അഊദു ആയത്. അത് അവദ എന്ന പദത്താണ്, അതിൻ്റെ അസില് അവദയാണ്. അതെന്ന പദം വില്യം ലെയ്നിൻ്റെ അറബി ലെക്സിക്കൺ ഉണ്ട്, അറബി നിഘണ്ടു, 8 വാള്യങ്ങളുള്ള വലിയ നിഘണ്ടുണ്ട്. അതിൽ ആദക്ക് കൊടുത്ത അർത്ഥം എന്താ പറയുക? ആദ എന്ന അറബിയിലുണ്ടായത്, നമ്മളിപ്പോൾ ഇറച്ചിപ്പീടിയിൽ ഇറച്ചി വാങ്ങാൻ ചെന്നാൽ ഇറച്ചി ഇങ്ങനെ മുറിച്ച് വെച്ചൊക്കെയല്ല ഉണ്ടാകുക, ഇറച്ചി ഇങ്ങനെ തൂക്കിയിട്ടൊക്കെ ഉണ്ടാകുക, എല്ലുമ്മ ഇങ്ങനെ തൂക്കിയിടുക ചെയ്യുക. അപ്പോൾ എല്ലിനോട് മാംസം എത്ര ചേർന്ന് നിൽക്കുന്നുണ്ടോ അതിനാണ് അറബിയിൽ ആദ എന്ന് പറയാം.
മാംസം എല്ലിനോട് ചേർന്ന് നിൽക്കുന്നത് പോലെ ചേർന്ന് നിൽക്കുന്നൊരവസ്ഥക്കാണ് ആദ എന്ന് പറയാം. അപ്പം അത്രയും അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കുക എന്നാണ് അഊദു എന്ന് പറഞ്ഞാൽ. അള്ളാഹുവിനോട് അടുത്ത് നിൽക്കുക. ഇനി നിങ്ങൾക്ക് മനസ്സിലാകണില്ലെങ്കിൽ നമ്മളെ നാട്ടിൽ ചെറിയ കുട്ടികൾ ഇപ്പം അങ്ങനെ ഈ നടക്കാനൊക്കെ തുടങ്ങിയ കുട്ടികളുണ്ടാവും. മുട്ടുത്തൽ കഴിഞ്ഞ് നടന്നിങ്ങനെ വീണ് പിന്നെയും നടക്കും, പിന്നെയും നിൽക്കും, പിന്നെയും നടക്കും, വീഴും. ആ പ്രായമുള്ളൊരു കുട്ടി ഇങ്ങനെ നടക്കാനായി ആ മുറ്റത്തേക്ക് ഇങ്ങനെ ഇറങ്ങിയിട്ട് ആ നടത്ത് ആസ്വദിക്കുന്ന ഒരു സമയമുണ്ടല്ലോ. ആ സമയത്ത് നടന്നിങ്ങനെ പഠിച്ച് റെഡിയായി നിൽക്കുന്ന സമയം. ആ സമയത്ത് ഒരു പൂച്ചയോ കീരിയോ അല്ലെങ്കിൽ അണ്ണാനോ ഈ കുട്ടിക്ക് പരിചയമില്ലാത്ത എന്തെങ്കിലും ഒരു ജന്തു അതിൻ്റെ മുന്നുകൂടെ മണ്ടിയാൽ ആ കുട്ടി പേടിച്ച് നൊളോളിച്ചിട്ട് അതിൻ്റെ ഉമ്മാൻ്റെ അടുത്തേക്ക് വരും. ഉമ്മാൻ്റെ അടുത്തേക്ക് വന്നിട്ട് ഉമ്മാൻ്റെ കാലുമ്മ ഇങ്ങനെ ഒരു അണഞ്ഞുകൂട്ടിയൊരു പുടുത്തുണ്ട് ആ രണ്ട് കാലുമേ. ഇപ്പോൾ പണ്ടൊക്കെ നമ്മളമ്മ തുണിയൊക്കെ എടുക്കുക. അപ്പോൾ ഈ തുണിൻ്റെ അടിയിൽ നമ്മളിങ്ങനെ പോയിട്ട് ഇങ്ങനെ പേടിച്ച് പിടിച്ച് നിന്നാൽ നമ്മൾ പിന്നെ ഒന്നും കാണൂല. അപ്പോൾ നമുക്കൊരു സമാധാനം കിട്ടും. നമ്മൾ നിൽക്കണേ നമ്മളെ ഉമ്മാൻ്റെ കാലിൻ്റെ അടിയിലാണ്. ഇപ്പോഴത്തെ ചുരിദാറും പാൻറ്റും ഇട്ട പെണ്ണുങ്ങളെ കാല് പിടിച്ചാൽ കിട്ടുമെന്നൊക്കെ അറിയില്ല. പണ്ട് മാക്സിയും തുണിയൊക്കെ എടുത്ത ഉമ്മാൻ്റെ ഞാൻ കാൽമങ്ങോട്ട് പോയി കെട്ടിപ്പിടിച്ചാൽ ഈ ചെറിയ കുട്ടിക്ക് കിട്ടുന്ന ഒരു സമാധാനമുണ്ട്, പേടിച്ചൊരു കുട്ടിക്ക്. അതേപോലെ പടച്ചോനോട് ചേർന്ന് പിടിച്ച് നിൽക്കണീനാണ് എന്ത് പറയാ, അഊദു എന്ന് പറയാ. ശരണം തേടുക എന്നല്ല, കാവൽ ചോദിക്കുക എന്ന് മലയാളത്തിൽ പറയാണ്. അതിൻ്റെ അറബിയിൽ അസ്ലിയായ അർത്ഥതാണ്. അത്രയും അള്ളാഹുവിലേക്ക് ചേർന്ന് നിൽക്കുക, അടുത്ത് നിൽക്കുക. അപ്പം നമുക്ക് കിട്ടുന്നൊരു സമാധാനമുണ്ട്, ഒരു സുരക്ഷിതത്വമുണ്ട്, ഒരു പ്രൊട്ടക്ഷൻ ഉണ്ട്. അതാണ് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയുമ്പോൾ കിട്ടേണ്ടത്. അത് കിട്ടണമെങ്കിൽ എന്ത് വേണം? ആ പടച്ചവൻ ആരാണ്, ആ അള്ളാഹു ആരാണെന്ന് അറിയണം. ഇപ്പോൾ നിങ്ങളിപ്പോൾ ഒരാൾ മെസ്സിനെ ഇഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? മെസ്സിനെ അറിയണോണ്ടാണ്. ഓൻ അർജൻറ്റീനക്കാരനാണ്, ഓൻ 10 നമ്പറാണ്, ഓൻ ഭയങ്കര കളിയാണ്, ഓൻ നന്നായി ഗോളടിച്ചും, അങ്ങനെയൊക്കെയുള്ള വിവരങ്ങളുണ്ട് എൻ്റെ അടുത്ത്. ഇനി നമ്മൾ അള്ളാഹുവിനെ ഇഷ്ടപ്പെടണമെങ്കിൽ സഹോദരങ്ങളെ നമ്മൾ അള്ളാഹ് ആരാണെന്ന് അറിയണം. അള്ളാഹുവുമായിട്ട് നമ്മുടെ ജീവിതത്തിലുള്ള ബന്ധം എന്താണ് എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുക. ഈ അനുഗ്രഹങ്ങൾ മുഴുവനും വെറുതെ നൽകിയ ഒരു അള്ളാഹുവിനെ കുറിച്ച് എങ്ങനെയാണ് നമുക്ക് മറക്കാൻ സാധിക്കുക? എന്നുവെച്ചെങ്കിൽ ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ എൻ്റെ ശരീരത്തിലെ കോടാനകോടി കോശങ്ങളെ നിയന്ത്രിക്കുന്നത് ഞാനല്ല. എന്തിന്? എൻ്റെ ഹൃദയത്തിൻ്റെ മിടിപ്പ് പോലും എൻ്റെ നിയന്ത്രണത്തിലല്ല. എൻ്റെ ഇടിപ്പ് 80, ഒരു മിനിറ്റിൽ 80 പ്രാവശ്യം പഠിക്കുന്നുണ്ടെങ്കിൽ അത് 81 ആക്കാൻ എന്നെക്കൊണ്ട് കഴിയില്ല. എൻ്റെ ശ്വാസത്തിൻ്റെ നിയന്ത്രണം അതെൻ്റെ കയ്യിലല്ല. അപ്പോൾ വളരെ പരിമിതമായ നിയന്ത്രണം മാത്രമേ എന്തുള്ളൂ, എൻ്റെ ശരീരം എന്ന് ഞാൻ അവകാശപ്പെടുന്ന ഈ ശരീരത്തിൽ പോലും എനിക്കുള്ളൂ. ഇപ്പോൾ ആൾക്കാർ പറയണ്ടല്ലോ, ഇപ്പോഴത്തെ എന്താണ് ഭൗതികവാദികൾ പറയുന്ന വലിയൊരു വാക്കാണ് മൈ ബോഡി മൈ ചോയ്സ്. എൻ്റെ ബോഡി എൻ്റെ ഇഷ്ടം, ഞാൻ ഇഷ്ടമുള്ള പോലെ ചെയ്യുന്നു. ഒരു ഇഷ്ടമുള്ള പോലും ചെയ്യാൻ കഴിയില്ല. വളരെ പരിമിതമായ അധികാരമേ ഞാൻ എൻ്റേതെന്ന് പറയുന്ന ഈ ശരീരത്തിൽ പോലും എനിക്കുള്ളൂ. പൾസ് നമ്മളെ നിയന്ത്രണത്തിൽ ഒന്നും നമ്മൾ നിയന്ത്രണത്തില്ല. ഈ ശരീരത്തിൻ്റെ ഒരു സാധനം വളരെ പരിമിതമായ പ്രവർത്തനങ്ങൾ മാത്രമാണ് നമ്മളെ നിയന്ത്രണത്തിൽ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കിയെല്ലാം മറ്റാരുടെയോ നിയന്ത്രണത്തിലാണ്. ആ നിയന്താവ് ആരാണ്? ഈ ജന്മം നൽകിയവൻ ആരാണ്? ഈ പരിപാലക ശക്തി ആരാണ്? ഏതാണ്? ഈ മരിപ്പിക്കുന്നവൻ ആരാണ്? എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവൻ ആരാണ് എന്ന് ഒരാൾക്ക് വ്യക്തമായി എപ്പോൾ മനസ്സിലാകണോ സഹോദരങ്ങളെ, ആ തിരിച്ചറിവിൽ എന്ത് ചെയ്യും? ആ തിരിച്ചറിവാണ് അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ പറ്റുക എന്നുള്ളത്. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനം. നിങ്ങൾ അറിയണം അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹനെന്ന്. ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണ് എന്ന് നിങ്ങൾ അറിയണം. അപ്പോൾ ആ അള്ളാഹിനെ അറിയുമ്പോഴാണ് എന്ത് ചെയ്യുക? ആ അള്ളാഹു ആണ് നമ്മളെ സൃഷ്ടിച്ചത്, നിയന്ത്രിക്കുന്നത്, മരിപ്പിക്കുന്നത്. അതുകൊണ്ട് അവനെയാണ് ഞാൻ ആരാധിക്കേണ്ടത്, അവനോടാണ് ഞാൻ പ്രാർത്ഥിക്കേണ്ടത് എന്ന്. അപ്പോൾ ഈ പ്രാർത്ഥന എന്തിനാണ്? ഈ ജീവിതം എന്തിനാണ്? ഈ ജീവിതം അള്ളാഹു എന്തിനാണ് ഇത്രയും അനുഗ്രഹങ്ങൾ നൽകി കോടാനകോടി കോശങ്ങൾ കൊണ്ട് സംവിധാനിച്ച ഈ മനുഷ്യനെ, അല്ലേ? ഒരു മനുഷ്യൻ്റെ ഓരോ കോശത്തിലെയും DNA എങ്ങനെ നമ്മൾ പട്ടം പറത്തുന്ന നൂല് പോലെ ഇങ്ങനെ കൂട്ടി പട്ടം പറത്തിണ്ടാവും. പട്ടം പറത്തുമ്പോൾ പട്ടം നമുക്ക് ഉണ്ടാക്കാം, പക്ഷെ നീളല്ല നൂല് നമുക്ക് കിട്ടൂല. എന്നിട്ട് നമ്മൾ ഉമ്മാൻ്റെ
പെട്ടി തപ്പിയിട്ട് എല്ലാ നൂലും കൂടി ഏച്ചൂട്ടിയിട്ടാണ് പറത്തുക. എല്ലാ നൂലും കൂടി നമ്മൾ ഏച്ചൂട്ടും. നിങ്ങളെ ശരീരത്തിലെ ഒരു കോശത്തിൻ്റെ ഉള്ളിൽ 2 മീറ്റർ നീളമല്ല DNA ഉണ്ട്. 2 മീറ്ററാണ് ഒരു കോശത്തിലെ DNA നീളം. അത് ചുരുട്ടി ചുരുട്ടി വെച്ചേക്കാണ്. ആ DNA മുഴുവങ്ങൾ ഇങ്ങനെ ചേർത്ത് ഇങ്ങനെ കെട്ടി പോയാൽ ഇവിടെ നിന്ന് സൂര്യനിലേക്ക് എത്തുന്നതിനേക്കാൾ ദൂരമുണ്ട് ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ DNA-ക്ക് എന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇതൊക്കെ വെറുതെ തന്നതാണോ? വെറുതെ ഒരു ജീവൻ നിങ്ങൾക്ക് നൽകിയെന്ന്, നമുക്ക് നൽകിയെന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടോ? അം ഹസിബ്തും അന്നമാ ഖലഖ്നാകും ഹബസ, നിങ്ങൾ വെറുതെ നാം സൃഷ്ടിച്ചു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്നാണ്. അല്ല സഹോദരങ്ങളെ, ഈ ജീവിതത്തിന് കൃത്യമായ ഒരു ലക്ഷ്യമുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ആശുപത്രിക്ക് വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, എന്താണ് ഈ ഡോക്ടേഴ്സ് പാർക്കിങ്ങിൽ എപ്പോഴും എന്താ വെച്ചാൽ വേറെയുള്ളവർക്ക് ഒരു വണ്ടി നിർത്താതെക്കാൻ വേണ്ടി അവിടെ അങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ട് സാധനം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ സെക്യൂരിറ്റി നമ്മൾ വരുമ്പോഴാണ് എന്ത് ചെയ്യുക, സെക്യൂരിറ്റി അത് എടുത്ത് മാറ്റിത്തരിക. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം അങ്ങോട്ട് ചെല്ലുമ്പോൾ വളരെ വൃദ്ധനായൊരു മനുഷ്യൻ, എൻ്റെ മരിച്ചുപോയ എൻ്റെ വല്യാപ്പാൻ്റെ ഒരു പ്രായമുണ്ട് എനിക്ക് അദ്ദേഹത്തെ കണ്ടപ്പോൾ തോന്നി. കാരണം ആ തുപ്പിൻ്റെ ഇവിടുന്ന് ആ മുടിയും ആ ബാക്കും ചെവിൻ്റെ ആ ചുക്കിച്ചുളിഞ്ഞ ചെവിയൊക്കെ അങ്ങനെ കണ്ടപ്പം ഭയങ്കര സങ്കടം. അയാൾ ഓടി വന്ന് ആ തടവ് മാറ്റി. മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട്, ഒരു നല്ല മഴയുള്ള സമയത്താണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി സഹോദരങ്ങളെ, ഞാൻ കുറച്ചേരം ഇരുന്ന് എന്താ പറയുക, എൻ്റെ കണ്ണിന്ന് കരച്ചിൽ വന്നു. കാരണം കണ്ണിന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കി, ആ ഒരു മനുഷ്യൻ ആ ഒരു വാർദ്ധക്യത്തിലും ആ മഴയത്ത് ആ ജോലി ചെയ്യേണ്ട മനുഷ്യൻ, ആ ജോലി ചെയ്യാൻ നിർബന്ധിതനായ ചില സാഹചര്യങ്ങൾ നിർബന്ധിതമായത് കൊണ്ടാണല്ലോ അയാൾ ഇപ്പോഴും ആ വാർദ്ധക്യത്തിൽ ആ ജോലി ചെയ്യണത്. അയാളെ സൃഷ്ടിച്ചതും റബ്ബാണ്. എന്നെ ഈ കാറിലിരുന്ന് പുറത്തിറങ്ങാതെ ഞാൻ ഈ സുഖിച്ച് AC യിലിരിക്കുന്ന എന്നെ സൃഷ്ടിച്ചതും റബ്ബാണ്. സഹോദരങ്ങളെ, ഈ ഞാൻ പറഞ്ഞു വന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളെ സൃഷ്ടിച്ചത് പടച്ചോനാണ്, എന്നെ സൃഷ്ടിച്ചത് പടച്ചോനാണ്. അയാൾ എന്തെങ്കിലും പ്രത്യേകിച്ച് തെറ്റ് ചെയ്തത് കൊണ്ടോ എന്തെങ്കിലും അയാളുടെ ഒരു കുഴപ്പം കൊണ്ടോ മിസ്റ്റേക്ക് കൊണ്ടോ അല്ല അയാൾ അങ്ങനെ ആയത്. എന്തെങ്കിലും വലിയ മഹിമ കൊണ്ടോ എന്തെങ്കിലും എൻ്റെ കർമ്മങ്ങളുടെ മെച്ചം കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രത്യേക ഒരു ചില കാര്യങ്ങൾ കൊണ്ടല്ല പടച്ചോൻ എന്നെങ്ങനെ ആക്കിയത്. ഇതൊക്കെ പരീക്ഷണമാണ്. അപ്പോൾ ഈ ജീവിതത്തിലെ സകലവും പരീക്ഷണമാണ് എന്ന് തിരിച്ചറിയുക എന്നതാണ് ജീവിതത്തിലെ ഒരാളുടെ വിജയം. നമുക്കൊരു അനുഗ്രഹം കിട്ടി എന്നതും കിട്ടിക്കൊണ്ടിരുന്ന അനുഗ്രഹം നഷ്ടപ്പെട്ടു എന്നതും ഇതൊക്കെ പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു, നമ്മൾ എങ്ങനെ കാര്യങ്ങളെ നോക്കിക്കാണുന്നു, നമ്മൾ എന്ത് നിലപാട് സ്വീകരിക്കുന്നു എന്ന് നോക്കിക്കാണുക മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ഒരു തിരിച്ചറിവ് ഉണ്ടാണെങ്കിൽ നമ്മൾ ശരിക്കും എന്ത് ചെയ്യണം, നമ്മൾ അള്ളാഹനെ അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പറ്റി കൃത്യമായി നമ്മൾ എന്ത് ചെയ്യണം, മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആന് സൂറത്തു തൗബയിൽ നമുക്കൊരായത്ത് കാണാൻ പറ്റും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കിപ്പോൾ കുറേ നമുക്ക് ജീവിതത്തിൽ ഇഷ്ടമുള്ള കുറേ കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല
കൃത്യമായിട്ട് നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടുവരാണ്. ഖുൽ ഇൻ കാന ആബാഉകും വ അബ്നാഉകും വ ഇഖ്വാനുകും വ അസ്വാജുകും വ അശീറതുകും വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ വ മസാകിനു തർലൗനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലി വ ജിഹാദിൻ ഫീ സബീലിഹി. അല്ലാഹ് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇൻകാന ആബാഉക്കും, നിങ്ങളുടെ പിതാക്കൾ അല്ലേ, അറബികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ലിഗസി എന്ന് പറഞ്ഞാൽ അവരുടെ ബാപ്പ കഴിഞ്ഞിട്ടേ, അവരുടെ ബാപ്പ ഉപ്പാപ്പമാർ കഴിഞ്ഞിട്ട് അവർക്ക് പിന്നെ വേറെ എന്തുള്ളൂ. അതാണ് ഓലെ പ്രത്യേകത, അതാണ് അറബികളുടെ പ്രത്യേകത. അതാണ് ആദ്യം ഇൻകാന ആബാഉക്കും, നിങ്ങളുടെ പിതാക്കൾ, വ അബ്നാഉക്കും, നിങ്ങളുടെ മക്കൾ അല്ലേ, പിന്നെ വ ഇഖ്വാനുക്കും, സഹോദരങ്ങൾ, വ അസ്വാജുക്കും, നിങ്ങളുടെ ഇണകൾ, വ അശീറത്തുക്കും, നിങ്ങളുടെ കുടുംബങ്ങൾ, എന്താണ് ബന്ധുക്കൾ, വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ, നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സ്വത്തുക്കൾ, വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾ നേരിടുന്ന, നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, വ മസാകിനു തർലൗനഹാ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ വീട് അല്ലേ. വീട് എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അല്ലേ. അപ്പോൾ ആ വീട് വിട്ട് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അപ്പോൾ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വ റസൂലിഹി, അള്ളാഹുവിനും അവൻ്റെ റസൂലിനേക്കാളും നിങ്ങൾക്കിഷ്ടം ഈ കാര്യങ്ങളാണോ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഈ പറഞ്ഞ സാധനങ്ങളൊക്കെയാണോ നിങ്ങൾക്ക് അള്ളാഹുവിനെയും റസൂലിനേക്കാളും ഇഷ്ടം? വ ജിഹാദിൻ ഫീ സബീലിഹി, അവൻ്റെ മാർഗത്തിലുള്ള ത്യാഗ പരിശ്രമങ്ങളെക്കാൾ നിങ്ങൾക്കിഷ്ടം. ഫതറബ്ബസു ഹത്താ യഅ്തിയല്ലാഹു ബി അംരി, അങ്ങനെയാണെങ്കിൽ അള്ളാഹു തൻ്റെ കൽപ്പന കൊണ്ടുവരുന്നത് വരെ നിങ്ങൾ കാത്തിരുന്നു കൊള്ളുക എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അതുകൊണ്ട് സഹോദരങ്ങൾ, ആ കൽപ്പന എന്താണ്? ആ കൽപ്പന മരണമാണ്. ആ മരണമാണ്. നമ്മളെല്ലാവരും ഇവിടുന്ന് തിരിച്ചു പോകേണ്ടി വരും. എല്ലാവരും ഈ യാത്ര പെട്ടെന്ന് അവസാനിപ്പിച്ച് അല്ലേ, നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നടപ്പിലാക്കുമെന്ന് ആർക്കും ഇവിടെ ഉറപ്പില്ല. ഒരു സെക്കൻഡിൽ നമ്മൾ തിരിച്ചു വിളിക്കപ്പെടും. അത് എങ്ങനെ, ഏത് രൂപത്തിലാണെന്ന് നമുക്കാർക്കും മുൻകൂട്ടി നിശ്ചയിക്കാൻ സാധ്യമല്ല. ഒരുപക്ഷെ നമ്മൾ ഏതെങ്കിലും റോട്ടിൽ ആക്സിഡൻ്റായി കിടന്നിട്ട് ഏതെങ്കിലും വണ്ടിൻ്റെ അടിപ്പെട്ടിട്ടായിരിക്കും, അല്ലെങ്കിൽ വെള്ളത്തിലായിരിക്കും. എന്നിട്ട് ഒരുപക്ഷെ ബോഡിനെ നമ്മളത് കിട്ടണമെന്നില്ല, അത് വലിയ മത്സ്യങ്ങളൊക്കെ തിന്നുന്നൊരവസ്ഥയിലായിരിക്കും. അതല്ലെങ്കിൽ നമ്മുടെ ഭാര്യയുടെ മടിയിൽ തലവെച്ചായിരിക്കും ഒരുപക്ഷെ നമ്മൾ മരണപ്പെടുക. അതല്ലെങ്കിൽ പള്ളിയിൽ സുജൂദിലായിരിക്കും. ചിലപ്പോൾ ഇതൊന്നുമല്ലാതെ ICUയിൽ കിടന്നിട്ട് എല്ലാ ഓട്ടയും കൂടിയും ട്യൂബ് ഇട്ടിട്ട് മൂക്കിലും മൂത്രത്തിനും എല്ലാ ട്യൂബുകൾ ഇട്ടിട്ട് ആകെ ഇലക്ട്രോണിക്സ് മോണിറ്ററുകളുടെ PPP ശബ്ദത്തിൻ്റെ നടുവ് കിടന്നിട്ടേക്കാരം ചിലപ്പോൾ നമ്മൾ മരിക്കുക. ഏത് രൂപത്തിലാണ് അള്ളാഹു നമ്മളെ തിരിച്ചു വിളിക്കുക എന്നല്ല. പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് സഹോദരങ്ങളെ, ആ തിരിച്ചു വിളിക്കുന്ന സന്ദർഭത്തിൽ മലക്കുകൾ ഇറങ്ങുമെന്നാണ്, മലക്കുകൾ വരുമെന്നാണ്. സലാമുൻ അലൈക്കും, നിങ്ങൾക്ക് മേൽ സലാമുണ്ട്, നിങ്ങളുടെ മേൽ രക്ഷയുണ്ട്. ബിമാ സ്വബർത്തും, നിങ്ങൾ ക്ഷമിച്ചത് കാരണം നിങ്ങൾക്ക് രക്ഷയുണ്ട് എന്ന് മലക്കുകൾ അഭിവാദ്യം പറഞ്ഞുകൊണ്ട് സ്വീകരിച്ചുകൊണ്ട് ബർസഖിയായ ലോകത്തേക്ക് യാത്രയാകുന്ന കുറേ ആളുകൾ നമുക്ക് ചുറ്റും ജീവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു ഹക്കാണ്. മരണത്തോടുകൂടി സഹോദരങ്ങളെ ഇവിടെ എല്ലാവരും ഒരേമാതിരിയാണ്. ഇവിടെ ദുന്യാവിൽ സഹോദരങ്ങളെ ഇവിടെ കാഫിറും മുശ്രിക്കും മുനാഫിക്കും എല്ലാം ഒരേപോലെയാണ്. അവർ തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. പ്രത്യക്ഷത്തിൽ എന്തില്ല, യാതൊരു വ്യത്യാസമല്ല. എനിക്ക് പനിച്ചാൽ എന്ത് ചെയ്യും? എനിക്ക് വൈറൽ ഫീവർ വന്നാൽ എനിക്ക് പനിക്കും, എനിക്ക് ശരീരം വേദനിക്കും. അതൊരു കാഫിറിന് വന്നാലും ഉണ്ടാവും, മുശ്രിക്കിന് വന്നാലും പനിക്കും, മുനാഫിക്കിന് വന്നാലും പനിക്കും. യാതൊരു വ്യത്യാസമില്ല അല്ലേ. പക്ഷെ എന്താണ് വ്യത്യാസം? നാളെ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, അവിടെ എനിക്ക് പ്രതിഫലം നൽകപ്പെടുമെന്ന് അല്ലേ. ഒരു യുദ്ധം കഴിഞ്ഞ് സഹാബികൾ മുറിവേറ്റിരിക്കുന്ന സന്ദർഭത്തിൽ ഇറങ്ങിയൊരു ആയത്തുണ്ട്. എന്താണ്? യുദ്ധത്തിൻ്റെ രാത്രി, നാളെ യുദ്ധമാണ്. അപ്പോൾ യുദ്ധത്തിൻ്റെ രാത്രി ഇറങ്ങിയ ആയത്താണ്. എന്താണ്? നിങ്ങൾക്ക് വേദനിക്കുന്നുണ്ടെങ്കിൽ അവർക്കും വേദനയുണ്ട്. അല്ലാഹു വിശ്വാസിയോട് പറയാണ്, എന്ത്? നിങ്ങൾക്ക് മുറിവേറ്റിട്ടുണ്ട്, നിങ്ങൾ വേദനിക്കുന്ന പോലെ അവർക്കും വേദനയുണ്ട്. പക്ഷേ നിങ്ങൾക്കും അവർക്കും തമ്മിലൊരു വ്യത്യാസമുണ്ട്. എന്താണ്? നിങ്ങൾ അല്ലാഹുവിൽ നിന്ന് അവർ പ്രതീക്ഷിക്കാത്ത ഒന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അതാണ് വ്യത്യാസം. അപ്പോൾ അല്ലാഹുവിൽ നിന്ന് അവർ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം വിശ്വാസികൾ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് അള്ളാഹുവിനെ പറ്റിയുള്ള ശരിയായ വിശ്വാസം ഉള്ളത് കൊണ്ടാണ് അല്ലേ. അള്ളാഹുവിൽ പ്രതീക്ഷ വെച്ച് പുലർത്തുക എന്നുള്ളത്, ഈ ക്ഷമക്കെല്ലാം, ഈ പ്രതിസന്ധികൾക്കൊക്കെ എൻ്റെ റബ്ബെനിക്ക് പ്രതിഫലം നൽകുമെന്നുള്ള വിശ്വാസം എന്നുള്ളത് എന്താണ്? അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പോസിറ്റീവായ കാര്യമാണ്. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ അള്ളാഹുവിനെ അറിയുന്നതിലൂടെ, അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിലൂടെ ആ അള്ളാഹുവിനെ നമ്മൾ സ്നേഹിക്കും. അപ്പോൾ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചില ആൾക്കാർ എന്തിനും
സ്റ്റിക്കർ എഴുതി ഒട്ടിക്കും, സ്റ്റിക്കർ തൂക്കിയിടും അല്ലേ? പെരിയിലൊക്കെ അള്ളാഹ് റസൂൽ എന്നൊക്കെ പറഞ്ഞിട്ട് വാതിൽമേലും നല്ല അലങ്കരിച്ച് വീട്ടിലൊക്കെ എന്താണ് വണ്ടിയിൽ ഒട്ടിക്കണവരുണ്ട്, വീട്ടിലൊക്കെ അലങ്കരിച്ച് വെക്കണവരുണ്ട്. അതാണോ അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ? ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം എന്നാണ്. യുഹ്ബിബുക്കുമുല്ലാഹ്, എങ്കിൽ അള്ളാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ അള്ളാഹു നമ്മളെ ഇഷ്ടപ്പെടണമെങ്കിൽ എന്ത് വേണം? ഇഷ്ടമുണ്ട് എന്ന് പറഞ്ഞാൽ പോരാ. ഇഷ്ടമുള്ളവർക്ക് ഉണ്ടാകേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹുവുമായിട്ടുള്ള നിരന്തരമായ ബന്ധമാണ്. എങ്ങനെ അള്ളാഹുവിനായിട്ടുള്ള ബന്ധം? അള്ളാഹുവിനെ ബന്ധം ഈ ജീവിതം തന്നെ എന്താണ്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂനി, എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു എന്ത് ചെയ്തത്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു മനുഷ്യനെയും ജിന്നുകളെയും സൃഷ്ടിച്ചത്. അപ്പോൾ ഈ ജീവിതം എന്നുള്ളത് ആരാധിക്കാൻ വേണ്ടിയിട്ടാണ്, അള്ളാഹനെ മാത്രം ആരാധിക്കണം. അപ്പോൾ എന്താണ് ആരാധന? ഇത് നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ട കാര്യം കേട്ടോ. കാരണം ഇത് മനസ്സിലാക്കാതെ നിങ്ങൾ ഇവിടുന്ന് പോയാൽ ഈ വയലുകൊണ്ട് പിന്നെ യാതൊരു കാര്യമില്ല. നിങ്ങളിവിടെ ഇത്ര നേരം ഈ ഞായറാഴ്ച ഇവിടെ ഒന്നാണ്ട് ഇരുന്ന് പോയിട്ട് യാതൊരു കാര്യവും കിട്ടൂല. അതുകൊണ്ട് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ വെച്ചാൽ നമ്മുടെ ജീവിതം എന്തിനു വേണ്ടിയാണ് എന്ന് നമ്മളെ സൃഷ്ടിച്ച നമ്മുടെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിക്കുന്നത് എന്താണ്? അള്ളാഹുവിനെ മാത്രം ആരാധിക്കാനാണ്. അപ്പം എന്താണ് ഈ ആരാധന എന്ന് പറഞ്ഞാൽ? ആരാധന എന്ന് പറഞ്ഞത് അദ്ദുആഹു ഹുവൽ ഇബാദ. അദ്ദുആഹു, പ്രാർത്ഥന അതു തന്നെയാണ് ആരാധന. അപ്പം എന്താണ് പ്രാർത്ഥന? പ്രാർത്ഥന രണ്ട് രൂപത്തിൽ കാണാൻ പറ്റും. ഒന്ന് ഇബാദത്തായിട്ട് വരുന്ന പ്രാർത്ഥന, നമ്മൾ പഠിപ്പിക്കപ്പെട്ട നിസ്കാരം, നോമ്പ്, നമ്മളെ കർമ്മങ്ങളുടെ ആരാധനാ കർമ്മങ്ങളിലുള്ള പ്രാർത്ഥനകളുണ്ട്, അത് പഠിപ്പിക്കപ്പെട്ട പ്രാർത്ഥന. അതല്ലാത്ത ദുആ ഉണ്ട്. അതെന്താണ്? ദുആ ഉൽ മസ്അല. നമ്മളിങ്ങനെ ചോദിക്കുക, പടച്ചോനോട് നമ്മളെ ആവശ്യങ്ങൾ ചോദിക്കുക. അതെന്താണ്? അത് ആരാധനയാണ് അല്ലേ? ഇപ്പം എന്താണ്? പന്തളി നടക്കുമ്പോൾ പടച്ചോനെ അർജന്റീന ജയിക്കണേ, മെസ്സി ഗോളടിച്ചണേ എന്ന് പ്രാർത്ഥിച്ചാൽ അതെന്താണ്? അത് ആരാധനയാണ്, അത് ഇബാദത്താണ്. അത് അള്ളാഹുവിനോട് ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൽ പങ്കു ചേർക്കാതെ ദുന്യവിയായ കാര്യം ഒരാൾ അള്ളാഹുവിനോട് ആവശ്യപ്പെട്ടാലും അത് പ്രാർത്ഥനയാണ്. അതിന് കൂലിണ്ട്, അതിന് നാളെ പരലോകത്ത് വമ്പിച്ച പ്രതിഫലം കിട്ടും. അപ്പോൾ അത് ദുആ ഉൽ മസ്അലയാണ്. അപ്പോൾ ജീവിതം എന്നത് എന്താണ്? ആരാധനയാണ്. അത് നമ്മൾ നിരന്തരം ഇപ്പങ്ങൾ ഈ ഒരു സദസ്സിക്ക് കയറുമ്പോൾ അല്ലെ, ഇവിടെ ഇങ്ങോട്ട് വരാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം പ്രാർത്ഥിച്ചു, വണ്ടി കയറിയപ്പം പ്രാർത്ഥിച്ചു, ഇവിടെ വന്ന് ഇറങ്ങിയപ്പം ഒരു സ്ഥലത്ത് ഇറങ്ങുമ്പോഴുള്ള പ്രാർത്ഥന ഉണ്ട് അല്ലേ, അത് പ്രാർത്ഥിച്ചു. അങ്ങനെ നിരന്തരമായി നിസ്കാരം കഴിഞ്ഞപ്പം കുറേ ദിക്ർ ചൊല്ലി, നിസ്കാരത്തിൽ കുറേ പ്രാർത്ഥനകൾ, നിസ്കാരത്തിൻ്റെ ശേഷമുള്ള കുറേ ദിക്റുകൾ, അങ്ങനെ നിരന്തരമായ പ്രാർത്ഥനകളാണ് അല്ലേ. ഇപ്പോൾ വണ്ടി കയറും, പടച്ചോനെ എൻ്റെ വണ്ടി ആക്സിഡൻ്റ് ആകരുതേ അല്ലേ. അത് നമ്മൾ ആ വണ്ടിയിൽ കയറി നിൽക്കുമ്പം സ്പീഡിൽ പോകുമ്പോൾ അല്ല, സ്പീഡ് പോവാണ്, പോകേണ്ട ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കും അല്ലേ. അപകടമൊന്നും കൂട്ടാതെ സമയത്ത് തന്നെ പടച്ചോനെ അവിടെ എത്തിക്കണേ, നമ്മൾ സുബ്ഹാന ലദീ സഖറ ലനാ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിച്ചാലും നമ്മളെ ഉള്ളിൽ എന്തുണ്ടാവും? പടച്ചോനെ അപകടമൊന്നും ഇല്ലാതെ അവിടെ എത്തിക്കണേ എന്ന് നമ്മുടെ മനസ്സിൽ വരും. അങ്ങനെ നിരന്തരമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. ഇപ്പോൾ നമ്മൾ ജോലി ചെയ്യാണ് അല്ലേ, ജോലി ചെയ്യുമ്പോൾ ആ ജോലി എന്താണ്? ആ ജോലിക്ക് കയറുമ്പോൾ ആ ജോലിയിൽ ബർക്കത്തുണ്ടാകാൻ വേണ്ടി, ജോലിയിൽ നിന്ന് പ്രയാസങ്ങളൊന്നും ഇല്ലാതെ സമയത്തിന് തന്നെ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് സമാധാനമായി തിരിച്ചെത്താൻ, ഇതിനൊക്കെ നിരന്തരമായി നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക. അതിൻ്റെ പുറമെ 5 നേരത്തെ നിസ്കാരം, രാവിലെയും വൈകുന്നേരത്തെയും പ്രാർത്ഥനകൾ, ഓരോ സന്ദർഭത്തിലുള്ള പ്രത്യേകം പ്രാർത്ഥനകൾ, ആയത്തുൽ കുർസി, സയ്യിദുൽ ഇസ്തിഗ്ഫാർ രാവിലെയും വൈകുന്നേരം, ഇങ്ങനെ നിരന്തരമായി ഒരാൾ അള്ളാഹുവിനോട് എന്ത് ചെയ്യുന്നുണ്ട്? ഒരു വിശ്വാസി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഇത്രത്തോളം നിങ്ങൾ വേറെ ജീവിതത്തിൽ ഒരാളായിട്ടും ബന്ധപ്പെടുന്നുണ്ടാവില്ല. ഇപ്പം നിങ്ങൾ പെരിയിൽ നിന്ന് പോന്നാൽ ഇത്ര സമയം ഇത്ര പ്രാവശ്യം നിങ്ങൾ ഭാര്യനെ പോലും വിളിച്ചിട്ടുണ്ടാവില്ല, ഭർത്താവിനെ പോലും ബന്ധപ്പെടണം, മക്കളെ വിളിച്ചിട്ടുണ്ടാവില്ല, ഗൾഫിലുള്ള ഭർത്താവിനോട് പോലും എന്ത് ചെയ്തിട്ടുണ്ടാവില്ല. ഈ കുറഞ്ഞ സമയം കൊണ്ട് നിങ്ങൾ ആലോചിച്ച് ഒരു മഗ്‌രിബിന് ശേഷം തന്നെ ഇപ്പം എന്തൊക്കെ സംഭവിച്ചു? മഗ്‌രിബിന് ശേഷം നമ്മൾ 3 ഫാത്തിഹ ഓതി അല്ലെ, സുന്നത്ത് നിസ്കരിച്ചോല് 5 ഫാത്തിഹ ഓതി ഉണ്ടാവും, 5 വട്ടം പടച്ചോനോട് സംഭാഷണം നടത്തി. അത് കഴിഞ്ഞ് നമ്മൾ എത്ര അല്ലാഹു അക്ബർ ചൊല്ലി, ആ നിസ്കാരത്തിൽ എത്ര അല്ലാഹു അക്ബർ ചൊല്ലി. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലാഹു മഹാനാണ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഒരു വലുപ്പം മാത്രമല്ലല്ലോ,
അതൊരു ജീവിതത്തിലെ നിലപാടാണ്. അള്ളാഹുവാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വലുത് എന്ന ഒരു നിലപാടിൻ്റെ പ്രഖ്യാപനം കൂടിയാണ് അള്ളാഹു അക്ബർ എന്നത്. എത്ര അള്ളാഹു അക്ബർ നിസ്കാരത്തിൽ ചൊല്ലി, ബാങ്കിൽ ചൊല്ലി, ഇക്കാമത്തിൽ ചൊല്ലി, നിസ്കാരത്തിന് ശേഷം ചൊല്ലി സഹോദരങ്ങളെ. അത് കഴിഞ്ഞിട്ട് ഇവിടെ കയറി വണ്ടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴുള്ള പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട് അള്ളാഹിനെ ഓർത്തു. ഇത്രയൊന്നും വേറൊരു ഞങ്ങൾ കൂട്ടുകാരന് പോലും നിങ്ങൾ മഗ്‌രിബ് കഴിഞ്ഞാൽ എത്ര നേരം വിളിച്ചോ പറയോ സംസാരിച്ചോ ചെയ്തിട്ടുണ്ടാവില്ല. ശരിക്കും നമ്മൾ അത്രയും അള്ളാഹുവുമായിട്ട് കണക്റ്റഡാണ്, ബന്ധമുണ്ട്. പക്ഷെ എന്താ നമ്മൾ ചെറുപ്പം മുതലേ ഇങ്ങനെ ആയതുകൊണ്ട് അതൊരു യാന്ത്രികമായി പോയി, അത് മെക്കാനിക്കലായി മാറി, അത് ആത്മാവില്ലാതെ ആയി മാറി. അതങ്ങനെ അങ്ങനെ ചെല്ലും. നമ്മളിപ്പോൾ ചോറ് വയ്ക്കുമ്പോൾ ബിസ്മില്ലിയുടെ മാതിരി അതുപാട് ചെല്ലൽ ശീലമായിപ്പോയി അല്ലേ. നമ്മൾ അസ്രാങ്ക് കൊടുത്താൽ ഒരു ചായ കുടിച്ചണം, അസംസ്കാരം കഴിഞ്ഞാൽ ഒരു ചായ ഇട്ടണം, 100 നിസ്കാരം കഴിഞ്ഞാൽ ചോറ് കഴിച്ചണം, അതൊരു റൂട്ടീനാണ്. അതേമാതിരി നമ്മുടെ നമസ്കാരങ്ങളും ആരാധനകളുമൊക്കെ ആത്മാവ് നഷ്ടപ്പെട്ട വെറും കർമ്മങ്ങളായിട്ട് മാറിയത് കൊണ്ടാണ് നമുക്ക് അള്ളാഹുവുമായിട്ടുള്ള ബന്ധം എന്ത് ചെയ്തത് കുറഞ്ഞു വരുന്നത്. അപ്പോൾ സത്യത്തിൽ ഈ ദീൻ എന്ന് പറഞ്ഞത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് കാണിച്ചു തന്ന, പഠിപ്പിച്ചു തന്ന ഈ ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞത് വളരെ സുന്ദരമായൊരു സ്ഥാനമാണ്. അള്ളാഹുവുമായി നിരന്തരമായി കണക്റ്റഡായ, അള്ളാഹുവുമായി നിരന്തരമായി ബന്ധമുള്ള ഒരു സ്ട്രക്ചറാണ്, ഒരു ദീനാണ് ശരിക്കും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഒരാളും വഴിപിഴച്ച് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, 100 സ്കരിച്ച് കഴിഞ്ഞ് അസർ സ്കരിക്കുന്ന ഇടയ്ക്ക് വളരെ കുറഞ്ഞ സമയമുള്ളൂ. അപ്പോൾ അതിന് മഗ്‌രിബായി, ഇശ സ്കരിച്ച് കഴിഞ്ഞ് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ലെങ്കിൽ വേഗം കടന്നുറങ്ങണം എന്നാണ്. കടന്നുറങ്ങിയിട്ട് എന്ത് ചെയ്യണം? തഹജ്ജുദിന് എണീക്കണം എന്നാണ് അല്ലേ. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും അള്ളാഹുവുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സത്യത്തിൽ ഈ ദീനുള്ളത്. പക്ഷെ നമ്മളെന്താ വെച്ചാൽ നമ്മൾ ഈ ദീന് കൈവിട്ടു പോയി, നമ്മൾ ഈ ദീൻ മറന്നുപോയി. അപ്പം അതുകൊണ്ട് നമ്മളത് ആ സ്ട്രക്ചറിലേക്ക്, ഒരു ജീവനുള്ള ദീനിലേക്ക് അല്ലേ, അള്ളാഹുമായിട്ടുള്ള ഒരു ലൈവായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുന്നതോടുകൂടി എന്ത് ചോദിച്ചാൽ നമുക്ക് മൊത്തത്തിൽ അള്ളാഹുവിനോട് അങ്ങേയറ്റം, അള്ളാഹുവിനെ ഇവിടെ തുടക്കത്തിൽ പറഞ്ഞല്ലോ വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. എന്താണ് ആ വാക്കുകൾ ആലോചിക്ക്. അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അള്ളാഹു അല്ലാത്തവരെയും സ്നേഹിക്കുന്ന ആളുകളുണ്ട് അല്ലേ. ഒരു ഉമ്മ എല്ല് പൊട്ടിക്കാണ്ട് അത് വലിച്ച് ശരിയാക്കലാണ്. അപ്പോൾ അത് ശരിയാക്കുമ്പോൾ ചെറിയൊരു വരുത്തുണ്ടാവും. നമ്മൾ തരിപ്പിച്ചാലും ചെറിയൊരു വേദന, പൊട്ടിച്ചുമ്പോൾ ഒച്ച കേട്ടാലും ചെറിയൊരു പേടിയും വേദനയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഒരു ഉമ്മ അങ്ങനെ എല്ല് പൊട്ടിച്ച് നേരാക്കുമ്പോൾ അമ്മ യാഹൂ തങ്ങളെ കാക്കണേന്ന് ഉമ്മ പറയാണ്, യാഹൂ തങ്ങളെ കാക്കണേന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചു, ഉമ്മ നിങ്ങളിതിന് യാഹൂ തങ്ങളെ വിളിച്ചിട്ട് പടച്ചോനെ വിളിച്ചാൽ പോലെ. അത് യാഹൂ തങ്ങൾ എന്നൊക്കെ തോന്നുന്നു ഇവിടെ ഈ തിരൂര് 2 ചാറത്തിലേറ്റ കിടക്കണേ ഒരു തങ്ങൾ പാപ്പയെ തോന്നുന്നു. അപ്പോൾ ഈ ഉമ്മ പറയണം, ഇമ്മാനോട് ചോദിച്ചു, ഇത് പടച്ചോനെ വിളിച്ചാൽ പോരെ? പടച്ചോനല്ലേ യാഹൂത്തങ്ങളൊക്കെ ഉണ്ടാക്കിയത്, യാഹൂത്തങ്ങളെ പടച്ചോനല്ലേ, ആ പടച്ചോനെ വിളിച്ചാൽ പോരെ? അപ്പം അമ്മ പറഞ്ഞെന്തര്, ഒക്കെ നമ്മളെ കൂട്ടരാണ് എന്നാ പറഞ്ഞത്. എല്ലാം നമ്മളെ കൂട്ടർ, ഓരൊക്കെ ഒന്നാണ്, ഓരൊക്കെ ഒന്ന് തന്നെയാണ്, ഒക്കെ നമ്മളെ ആൾക്കാരാണ്. ഇപ്പം സഹോദരങ്ങളെ അങ്ങനെയാണ് ആൾക്കാർ വിചാരിച്ചത്, ഒക്കെ നമ്മളെ ആൾക്കാരാണ്, ഒക്കെ ഓലെ വിളിച്ചാലും വില വിളിച്ചണോ അള്ളാനെ വിളിച്ചണോ ഒക്കെ കണക്ക് തന്നെയാണ്. അതൊക്കെ വർത്താനം കേട്ടാൽ തോന്നും ഇതൊക്കെ നബി പഠിപ്പിച്ചതാണ്, ഇതൊക്കെ ദീനാണ് എന്നാണ് ഇവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത്. സഹോദരങ്ങളെ എന്താ പറയല്ലേ, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. ഈ അള്ളാഹു അല്ലാത്ത ആളുകളെ അങ്ങേയറ്റം അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ അവർ അള്ളാഹു അല്ലാത്തവരെ സ്നേഹിക്കും. അള്ളാഹുവിനെ പേടിക്കുന്നതിനേക്കാൾ അവർ അള്ളാഹു അല്ലാത്തവരെ പേടിക്കുന്നുണ്ട്. നിങ്ങൾ മമ്പർത്ത് കൊണ്ടുപോയി സത്യം ചെയ്യുന്ന പറഞ്ഞു നോക്കി, ആൾക്കാർ പോരൂല, കള്ളന്മാർ പോരൂല, മമ്പർത്ത് പോയി സത്യം ചെയ്യാൻ പോരില്ല. പടച്ചോനെ മണി 10 സത്യം ചെയ്യപ്പെടാം, 100 സത്യം ചെയ്യും. കാരണം പടച്ചോന് പേടില്ല. അത് പിന്നല്ലേ എന്നാണ് മമ്പർത്ത് തങ്ങളത് ഇപ്പം തന്നെ കിട്ടും, പടച്ചോൻ്റെ ഇപ്പം മൈസറിന്നല്ലേ. അപ്പം അതെന്താ, അത് അള്ളാനേക്കാൾ പേടി മറ്റവരാണ്, കൂട്ടക്കാരാണ്. അപ്പൊ സഹോദരങ്ങളെ അങ്ങനല്ലല്ലോ. വല്ലദീന ആമനു, വിശ്വാസികൾ ആരാണ്? അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അള്ളാഹുവിനെ അങ്ങേയറ്റം സ്നേഹിക്കുന്നവരാണ്. അള്ളാഹുവിനെ നമുക്ക് അങ്ങനെ സ്നേഹിക്കാൻ കഴിയണം. അതെങ്ങനെ സ്നേഹിക്കണം? ഇപ്പോൾ നിങ്ങൾ ചോദിക്കുക, എങ്ങനെ സ്നേഹിക്കാതെ? അള്ളാഹു റഹ്മാനാണ് എന്ന് നമ്മൾ ഒരു ദിവസം എത്ര പ്രാവശ്യമാണ് പറയണത്? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അർ-റഹ്മാനുർ റഹീം. ഈ അർ-റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോഴും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുമ്പോഴും നമ്മൾ റഹ്മാൻ എന്ന് പറയുന്നുണ്ട് അല്ലേ. അപ്പോഴും മലയാളത്തിൽ എന്താ പ്രശ്നങ്ങൾ? മലയാളത്തിൽ അർത്ഥം വെക്കുമ്പോൾ അപ്പോഴും നമ്മൾ കരുണാനിധി എന്നാ പറയാം. കരുണാനിധി എന്ന് പറഞ്ഞാൽ പണ്ടേ അപ്പോഴേ നിസ്കാരത്തിൽ തന്നെ ഓർമ്മ വരിക ആ കണ്ണടച്ച കരുണാനിധിനാണ്. അപ്പോൾ കരുണാനിധി എന്ന് നമ്മൾ അർത്ഥം വെക്കരുത്. കരുണാനിധി എന്നല്ല നമ്മൾ അർത്ഥം വെക്കേണ്ട. അള്ളാഹു കരുണാനിധിയാണെന്ന് പറഞ്ഞാൽ പിന്നെ ആ നിസ്കാരത്തിൽ നിങ്ങൾ ആലോചിക്കുക, കരുണാനിധി ഓർമ്മ എത്താ അപ്പം നിസ്കാരം. അള്ളാഹു റഹ്മാനാണ്. റഹ്മാൻ എന്താ മനസ്സിലാക്കാൻ പ്രയാസം? അതിനർത്ഥം വെക്കേണ്ട ആവശ്യമില്ല. എന്താണ് റഹ്മാൻ? അള്ളാഹുവിൻ്റെ പേരിന് തുല്യമായി നിൽക്കുന്ന അള്ളാഹുവിൻ്റെ ഒരേ ഒരു പേരാണ് അർ റഹ്മാൻ എന്നത്.
അർ റഹ്മാൻ എന്നത് അള്ളാഹു എന്ന പേരിനോട് ഒറ്റക്ക് പിടിച്ചു നിൽക്കുന്ന പേരാണെന്നാണ് അർ റഹ്മാൻ. അതുകൊണ്ടാണ് റഹ്മാൻ എന്ന പേരിടരുത് എന്നാണ്. റഹീം നിങ്ങൾക്ക് പേരിടാം, എന്നാലും കുഴപ്പമില്ല. അബ്ദുറഹീം എന്നില്ലാതെ ഒരാളെ റഹീം എന്ന് വിളിച്ചാലും തെറ്റില്ല, നല്ലത് അബ്ദുറഹീം എന്ന് വിളിക്കുകയാണ്. പക്ഷേ ഒരാളെ റഹ്മാൻ എന്ന് വിളിക്കാൻ പാടില്ല എന്നാണ്. അബ്ദുറഹ്മാൻ എന്നുണ്ടെങ്കിൽ ഓൻ അബ്ദുറഹ്മാൻ തന്നെ വിളിക്കാൻ പാടുള്ളൂ, അവനെ റഹ്മാൻ എന്ന് വിളിക്കും. കാരണം റഹ്മാൻ എന്നത് അള്ളാഹുവിൻ്റെ മാത്രം പേരാണ്. അർ റഹ്മാൻ എന്നത് അത് അള്ളാഹ് എന്ന പേരിനോട് കിടപിടിച്ച് നിൽക്കുന്ന പേരാണ്. അത്രത്തോളം ദറജുള്ള പേരാണ്, ഫളിലുള്ള പേരാണ്. കാരണം എന്താ, നിങ്ങൾ ഈ ലോകത്ത് നിങ്ങൾ കാണുന്ന മുഴുവൻ കാരുണ്യവും മുഴുവൻ വാത്സല്യവും അല്ലേ, കോടാനകോടി ചരാചരങ്ങൾ ഈ ഭൂമിയിലുണ്ട്. ആ ചരാചരങ്ങൾ അതിൻ്റെ കുട്ടികളോട്, അതിൻ്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന വാത്സല്യം. ചിലപ്പോൾ നമ്മൾ ചില വീഡിയോ ഒക്കെ കാണുന്നുണ്ടാവും, ഒരു തള്ളപ്പക്ഷി ആ കുഞ്ഞു പക്ഷിയെ രക്ഷിക്കാൻ വേണ്ടി നടത്തുന്ന വലിയ പരിശ്രമങ്ങളിലെ ഒരു മൃഗം അതിൻ്റെ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി, വന്യമൃഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നടത്തുന്ന വലിയ സാഹസങ്ങളൊക്കെ നമ്മൾ വീഡിയോകളും വാട്സപ്പിലൊക്കെ കണ്ടിട്ട് അത്ഭുതപ്പെടണം. എന്താലേ പടച്ചോൻ്റെ ഒരു സംവിധാനം എന്നിട്ട് ആ നമ്മൾ കണ്ടതും കേൾക്കാത്തതും അനുഭവിച്ചതും അനുഭവിക്കാത്തതുമായ ഈ കാരുണ്യം മുഴുവൻ അള്ളാഹു ഈ ലോകത്ത് ഉള്ള ഈ അള്ളാഹുവിൻ്റെ ഈ ലോകത്തെ കാരുണ്യം എന്ന് പറഞ്ഞാൽ മുഴുവൻ കാരുണ്യത്തിൻ്റെ 100-1 മാത്രമാണെന്നാണ്. 100-1 മാത്രം. ആ കാരുണ്യം എല്ലാവർക്കും ഉണ്ട്. ഇവിടെ എല്ലാവർക്കും അള്ളാഹുവിൻ്റെ മഴ, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവർക്കും കിട്ടും. അള്ളാഹുവിനെ എതിരെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ശിർക്ക് ചെയ്യുന്നവർക്കും മഴ കിട്ടും. ഓക്സിജൻ 2 കൂട്ടർക്കും കിട്ടും, വെള്ളം 2 കൂട്ടർക്കും കിട്ടും അല്ലേ. ഇവിടെ എന്തില്ല, ഇവിടെ അങ്ങനെ ഒരു വ്യത്യാസമല്ല. അപ്പോൾ അത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളൊരാളെ പണിക്ക് വിളിച്ചിട്ട്, നമ്മളൊരാളെ പെരീക്ക് പണിക്ക് വിളിച്ചിട്ട് നമ്മൾ പറഞ്ഞ രൂപത്തിലല്ല ഓൻ പണിയെടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓനെ വെച്ചേക്കോ അല്ലേ. നമ്മൾ ഓന് ഒരു പണിക്കൊരാളെ വിളിച്ചോണ്ടെന്ന് കാണുന്നതാ, ഈ സ്ഥലക്കൊന്ന് ചെത്തിക്കോര് 2 ദിവസം കൊണ്ട് തീർക്കണം എന്നൊക്കെ പറഞ്ഞ് ഒരാളെ പണിക്കൊണ്ടെന്ന് കണ്ട് നമ്മൾ ഒരു ഉച്ചയാകുമ്പോൾ വന്ന് നോക്കുമ്പോൾ ഓനാ മൂലക്കെ തന്നെ അങ്ങനെ കുത്തി മൊബൈലിൽ കളിച്ചിരിക്കണ്ടെന്ന് നമ്മൾ പറയാം. ജി വരണ്ടട്ടോ പറയും, നാളെ ജി വരണ്ടട്ടോ അറിയില്ലേ. നിങ്ങൾ പറയില്ലേ, നിങ്ങൾ പണിക്കൊരാളെ വെച്ചിട്ട് നിങ്ങൾ വിചാരിച്ച പണിയൊക്കെ ഓനോട് പറഞ്ഞിട്ട് ആ പണിയൊന്നും എടുക്കണില്ല, ഓൻ കുതിരളിച്ച് നിൽക്കുകയാണെങ്കിൽ ഓനോട് നമ്മൾ പറയും പറ്റൂലെങ്കിൽ പോയിക്കോ, നാളെ വരണ്ടാന്ന് പറയും. അതേത് മുതലാളി അങ്ങനെ ചെയ്യുള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാണ്? അള്ളാഹനെ മാത്രം ആരാധിക്കാനാണ്. എന്നിട്ട് അള്ളാഹുവിൽ പങ്കു ചേർക്കുന്ന, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ഈ ആളുകൾക്കൊക്കെ അള്ളാഹു ജീവൻ നൽകി, ആയുസ് നൽകി, ജീവിക്കാൻ ആവശ്യമായ സകല സംവിധാനങ്ങളും അള്ളാഹു നൽകി. അവരെയൊക്കെ വീണ്ടും അള്ളാഹു എന്ന ഈ ഭൂമിയിൽ വെച്ച് പൊറുപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യമാണ്. അള്ളാഹു റഹ്മാനായതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനത്തെ റഹ്മാനായ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൻ്റെ 100-1 മാത്രമാണ് ഈ ഭൂമിയിൽ നിങ്ങൾ ആളുകളും ഈ കോടാനകോടി ചരാചരങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ബാക്കി 99% കാരുണ്യവും നാളെ വിശ്വാസികൾക്ക് മാത്രമായി അള്ളാഹു പരലോകത്ത് നീക്കി വെച്ചതാണെന്നാണ്. അതാണ് അർ റഹീം എന്ന് പറഞ്ഞാൽ. അതാണ് അർ റഹീം എന്ന് പറഞ്ഞാൽ. അപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അല്ലെങ്കിൽ അർ റഹ്മാനിർ റഹീം എന്ന് ജീവിതത്തിൽ നമ്മൾ എത്ര പ്രാവശ്യം ഉച്ചരിക്കേണ്ട സഹോദരങ്ങളെ. ഒരു റഹ്മാനായ അള്ളാഹുവിനെ കുറിച്ച്, കാരുണ്യവാനായ റബ്ബിനെ കുറിച്ച് നമ്മൾ എത്ര പ്രാവശ്യം ജീവിതത്തിൽ പറയുന്നുണ്ട്. എത്ര പാപങ്ങൾ ചെയ്താലും അല്ലേ, നമ്മളോടൊരു അനീതി ചെയ്ത ഒരാൾ ഒരു 1-2 വട്ടമൊക്കെ ചിലപ്പോൾ നമ്മൾ പൊറുക്കുകയും, മൂന്നാമതും ഒരേ തെറ്റൊരാൾ നമ്മളോട് ചെയ്താൽ നമ്മൾ അയാളോട് പൊറുക്കൂല, നമ്മൾ പോലും പൊറുക്കൂല. മനുഷ്യൻ 2 വട്ടം നമ്മൾ അവനോട് പറഞ്ഞില്ല, എന്നിട്ട് എന്തോ പിന്നെ ചെയ്യണമെന്ന് നമ്മൾ ചോദിക്കുക. ഇനി അവനോട് ഇനി പറ്റൂല എന്നാ പറയാം. ആര് കോംപ്രമൈസിന് വന്നാലും പറയാം, എത്ര വട്ടം അവനോട് പറഞ്ഞു, എത്ര വട്ടം ആവർത്തിച്ചു, ഇനി അവന് മാപ്പ് കൊടുക്കൂല എന്ന് നമ്മൾ പറയാം. അതിൽ നമുക്ക് വാശിണ്ടാവും. നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹു പറയണത് ലാ തഖ്നതൂ മിൻ റഹ്മത്തില്ലാ, പാപങ്ങൾ ചെയ്തു പോയ അടിയാന്മാരെ നിങ്ങൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തെപ്പറ്റി നിരാശരാകരുതാണ്. എത്ര വട്ടം പാപങ്ങൾ ചെയ്താലും അല്ലേ. ഇബ്ലീസ് പറയാണ്, ഖുദ്സിയായ ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും, ഇബ്ലീസ് പറയാണ് എന്താണ്, ഞാൻ അവന് ജീവനുള്ള കാലത്തോളം നിന്റെ അടിമകളെ ഞാൻ വഴി പിഴപ്പിച്ചു കൊണ്ടേയിരിക്കുന്നതാണ് എന്ന് അള്ളാഹുവിനോട് ഇബ്ലീസ് പറഞ്ഞപ്പം ഇബ്ലീസിന് അള്ളാഹു കൊടുത്ത മറുപടി എന്താ പറയുക, അവർ തൗബ ചെയ്യുന്ന കാലത്തോളം ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് അത്രയും കാരുണ്യവാനായ ഒരു റബ്ബ്, അത്രയും കാരുണ്യവാനായ, പാപം പൊറുക്കുന്ന അല്ലേ. പാപം പൊറുക്കുന്ന നമ്മൾ എത്ര പാപം ചെയ്താലും നമ്മളത് മനസ്സിൽ തട്ടിയിട്ട് നമ്മൾ അത് തൗബ പടച്ചവനോടൊന്ന് ഏറ്റു പറഞ്ഞ് പിന്നെ നമ്മൾ നന്നായി ജീവിച്ച് ആ തൗബ ആത്മാർത്ഥമാണ് എന്ന് അള്ളാഹുവിന് ബോധ്യപ്പെട്ട സഹോദരങ്ങളെ നമ്മളത് ബോധ്യപ്പെടുത്തി കൊടുത്താൽ ആ പാപം മുഴുവനും ഡിലീറ്റ് ചെയ്ത് കളയും. നാളെ മഹ്ശറിൽ നമ്മളെ ഏടിൽ കാണൂലത്, ചോദിക്കൂല അതിനെപ്പറ്റി. നിങ്ങൾ ആലോചിച്ച് നോക്കി, അത്രയും കാരുണ്യവാനായ റബ്ബ്
അല്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ പറയുക, നമ്മളെന്താ പറയുക, ആൾക്കാർ നരക പടച്ചോ അങ്ങനെ പേടിപ്പിച്ചാന്നാ പറയാ, നരകത്തെ പറ്റി പറഞ്ഞ് പേടിപ്പിച്ച അല്ലേ? ഖബറിൽ ലോക്കപ്പ്, ഖബർ ശിക്ഷയെ പറ്റിയൊക്കെ പറഞ്ഞെന്തോ ലോക്കപ്പ് പീഡനം എന്ന് പറഞ്ഞ് പരിഹസിക്കുന്ന ആളുകളുണ്ട്. ഹദീസിനെ നിഷേധിക്കുന്ന ആളുകൾ ഖബർ ശിക്ഷയെ പറ്റി പറഞ്ഞോ ലോക്കപ്പ് പീഡനാണ്. ഏത് വിചാരണ തുടങ്ങണുള്ളൂ പരലോകത്ത്, അതിൻ്റെ മുമ്പ് തന്നെ ഇട്ട് കുത്താണ് അല്ലേ? ലോക്കപ്പിലിട്ട് കുത്തൂലേ? കോടതി ഹാജരാക്കിയിട്ട് ശിക്ഷ വിധിച്ചിട്ടല്ലേ ജയിലിൽ കൊണ്ടുപോണ്ടി. അതിൻ്റെ മുമ്പ് പോലീസ് സ്റ്റേഷനിൽ കിട്ടണമെങ്കിൽ എന്താ പറയുക, ലോക്കപ്പ് പീഡനം എന്നാ പറയാം. അതേമാതിരത്തെ ലോക്കപ്പിലെ പീഡനാണ് ഖബറിലുള്ള അടി എന്നാണ്. അപ്പോൾ അങ്ങനെ പേടിപ്പിച്ചാണ് മുസ്ലിങ്ങൾ, അല്ലെങ്കിൽ പേടിപ്പിച്ച് ജനങ്ങളെ പേടിപ്പിച്ച് കണ്ട് നന്നാക്കുകയാണ് എന്നൊക്കെ പരിഹസിക്കുന്ന ആൾക്കാരുണ്ട്. സത്യത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളോട് ഒരാൾ വഴിയിൽ വരാനിരിക്കുന്ന ഒരു അപകടത്തെപ്പറ്റി നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരാളോട് നമ്മൾ ദുന്യാവിൽ അങ്ങനെ പറയലുണ്ട്. എപ്പോൾ നിങ്ങൾ തിരിച്ചു പോണ സമയത്ത്, നിങ്ങളെ പെരീക്ക് പോണ സമയത്ത് പറയാണ്, നോക്കി അവിടെ പോസ്റ്റിൻ്റെ ഇലക്ട്രിക് പോസ്റ്റ് പൊട്ടിയിട്ട് കമ്പിയൊക്കെ നിലത്ത് കിടക്കുന്നുണ്ട്, അവിടെ മഴ പെയ്തിട്ട് നിറയെ വെള്ളമുണ്ട്, അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ആ വഴിക്ക് വീട്ടിലേക്ക് പോകണ്ട, നിങ്ങൾ മറ്റേ വഴിക്ക് പൊയ്ക്കോളി എന്ന് ഇപ്പം നിങ്ങൾ ക്ലാസ്സിൽ നിൽക്കുമ്പോൾ ഒരാൾ വിളിച്ച് പറയാണ്. ഓനോട് നമ്മൾ ചോദിക്കുമോ ഇജ്ജൻ തന്നെ പേടിപ്പിച്ചണെന്ന് ചോദിക്കുമോ? ഓനോട് നമ്മളെന്താ ചോദിക്കുക? ഇജ്ജൻ തന്നെ പേടിപ്പിച്ചാന്നാ ചോദിക്കുക? അല്ല, ഓനെ രക്ഷപ്പെടുത്തി എന്നാ പറയാ. ഈ പറഞ്ഞത് നന്നായിട്ടോ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്നാ പറയാ. അള്ളാഹുവിന്റെ കാരുണ്യത്തെ പറ്റി ഇങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്. നരകത്തെ പറ്റി പറയുമ്പം, നരകശിക്ഷയെ പറ്റി പറയുമ്പം സഹോദരങ്ങളെ, അള്ളാഹു നമ്മളെ പേടിപ്പിക്കുകയാണ് എന്നതിനേക്കാൾ ഉപരി അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തുകയാണ്. ആ നരകത്തിൽ പതിക്കാതിരിക്കാൻ, ആ ഖബറിൽ ശിക്ഷ ഏറ്റുവാങ്ങാതിരിക്കാൻ മുഴുവൻ മാർഗങ്ങളും മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിന്റെ റസൂൽ 23 വർഷം ജീവിച്ച് ആ സഹാബത്തിന് കാണിച്ചു കൊടുത്തിട്ടാണ് അള്ളാഹുവിന്റെ റസൂൽ യാത്ര പോയത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, വെറുതെ പറഞ്ഞു പോയേക്കല്ല, ഒരു പ്രവാചകനെ അവതരിപ്പിച്ചേക്ക. ആ പ്രവാചകൻ മലക്കല്ല, മനുഷ്യനാണ്. എന്നെ പോലെ നിങ്ങളെപ്പോലെ മജ്ജയുള്ള, മാംസമുള്ള, കണ്ണീരുള്ള, കരച്ചിലുള്ള, വികാരങ്ങളുള്ള, അവരിൽ നിന്നുള്ള ഒരു മനുഷ്യനെ പ്രവാചകനായി തെരഞ്ഞെടുത്ത് ആ നിയമങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് 23 വർഷം ചില ആളുകളുടെ മുമ്പിൽ ജീവിക്കുകയാണ് അല്ലാഹുവിന്റെ റസൂൽ ചെയ്തത്. ആരാണ് ആ ജനങ്ങൾ? അത് സഹാബത്താണ്. ആ സഹാബത്ത് ആ പ്രവാചകനെ ഒപ്പിയെടുത്തു. നിങ്ങൾ ആലോചിക്കി, ഒരു വീഡിയോ ക്യാമറ ഇല്ല അല്ലേ, ഒരു സീഡില്ല, ഒരു റെക്കോർഡിംഗ് ഇല്ല, ഒരു ഫോണില്ല, ഒരു റെക്കോർഡിങ്ങും ഒരു സംവിധാനവും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യനെ കണ്ണും കരളും കാതും കൊണ്ട് ഒപ്പിയെടുത്ത ഒരു സമൂഹം ലോക ചരിത്രത്തിന് വേറെ കാണാൻ പറ്റൂല. ഹക്കാണിത്. നിങ്ങൾ ചരിത്രം പഠിച്ചു നോക്കി, ഇതൊന്നും ഇല്ലാത്തൊരു കാലത്ത് അവിടെ വീഡിയോ അല്ല, ഓഡിയല്ല, ഒന്നുമില്ല, കണ്ണും കാതും മാത്രമുള്ള ഒരു കാലഘട്ടത്തിൽ ജീവിച്ച ഒരു മനുഷ്യനെ ഇങ്ങോട്ട് ഒരു കൂട്ടം ജനങ്ങൾ, കൂടെ ജീവിച്ച ഒരു കൂട്ടം ജനങ്ങൾ ഇങ്ങോട്ട് ഒപ്പിയെടുത്തേക്കാണ്. അള്ളാന്റെ റസൂൽ ചിരിച്ചപ്പം അദ്ദേഹത്തിന്റെ മുന്നിലെ 2 പല്ലുകൾ ഞങ്ങൾ കണ്ടു എന്ന് സഹാബികൾ പറയുമ്പം, റസൂലിന്റെ മുഖം ചുവന്നു എന്ന് പറയുമ്പം, റസൂൽ എങ്ങനെയായിരുന്നു എന്ന് പറയുമ്പം, റസൂൽ ദേഷ്യപ്പെട്ടു. എപ്പോഴാണ് റസൂലിന്റെ മുഖം ചുവന്നത് എന്ന് സഹാബത്ത് പറയുമ്പം നമുക്ക് തോന്നും നമ്മൾ പോലും അവിടെ ഉണ്ടായിരുന്നു എന്ന് തോന്നുമാറ് കൃത്യമായിട്ടാണ് സഹാബത്ത് വിവരിക്കുക. അല്ലെ, പ്രവാചകൻ ചിരിച്ചപ്പോൾ പല്ലിന്റെ ഇന്ന ഭാഗം കണ്ടു, പ്രവാചകൻ സലാം വീട്ടിയപ്പോൾ പ്രവാചകന്റെ മുഖത്തിന്റെ ഇന്ന ഭാഗം ഞങ്ങൾക്ക് കാണാമായിരുന്നു എന്ന് സഹാബികൾ പറയുമ്പം പ്രവാചകനെ ഒപ്പിയെടുക്കുകയാണ്. അത് പരസ്യമായ ജീവിതം മാത്രമല്ല, വീടിൻ്റെ അകത്തുള്ള രഹസ്യ ജീവിതവും അദ്ദേഹത്തിൻ്റെ പത്നിമാർ, നമ്മുടെ ഉമ്മമാർ, ആയിഷ റളിയല്ലാഹു അൻഹ പോലെയുള്ള നമ്മുടെ ഉമ്മമാർ നമുക്ക് പകർത്തിത്തന്നു. അല്ലേ, അതവർ താബികൾക്ക് കൈമാറി, താബികൾ കൈമാറി. 1400 വർഷം ഇപ്പുറത്ത് നിൽക്കുമ്പോഴും അത് വള്ളി പുള്ളി മാറ്റമില്ലാതെ അത് ഹക്കായിട്ട് ഇപ്പോഴും നിൽക്കുകയാണ്. ഒരു മാറ്റില്ല. 1400 കൊല്ലമായിട്ട് ആ 23 വർഷം എൻ്റെ പ്രവാചകൻ എങ്ങനെയാണ് ജീവിച്ചത് എന്ന് ഇന്നു നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലേ, ആ ഒരു സംവിധാനം ഇല്ലാത്ത ആ കാലത്ത് ജീവിച്ച പ്രവാചകന്റെ ജീവിതം അതേപോലെ നമ്മളെ മുമ്പിൽ തുറന്നു കിടക്കുകയാണ്. ലൈലുഹ കനഹാരിഹ എന്നാണ് അതിനെക്കുറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്. ലൈലുഹ കനഹാരിഹ, അതിൻ്റെ രാത്രി പകൽ പോലെയാണ്, രാത്രി പകൽ പോലെ വെളിച്ചമുള്ളതാണ്, അതിൽ അവ്യക്തതല്ല. നിങ്ങൾ നോക്കി, അല്ലാഹുവിന്റെ റസൂലിന്റെ ജീവിതത്തിൽ അവ്യക്തതയില്ല, ഈ ദീനിൽ അവ്യക്തതയില്ല. ഹലാലും ഹറാമും വ്യക്തമാണ്. ഇന്നൽ ഹലാല ബയ്യിനുൻ വ ഇന്നൽ ഹറാമ ബയ്യിനുൻ, ഹലാലും ഹറാമും വ്യക്തമാണ്. അതുകൊണ്ട് അത് നമ്മളോട് അള്ളാഹു കാണിച്ച കാരുണ്യമാണ്. അല്ലേ, ഖുർആനിലെ ആയത്തുണ്ട്, എന്താണ്? നരകാവകാശികളും തമ്മിൽ നടക്കുന്ന സംഭാഷണം
എന്താണ്? നിങ്ങൾ എന്തുകൊണ്ടാണ് സ്വർഗത്തിലായത്? അല്ലേ? സൂറത്തു ഹദീദ് ഓതി വെക്കി. സൂറത്തു ഹദീദിൽ കാണാ സത്യവിശ്വാസികളും മുനാഫിക്കുകളും സത്യവിശ്വാസികളും തമ്മിൽ നടക്കുന്ന സംഭാഷണം ഉണ്ട്. അവിടെ നമ്മളൊക്കെ ജീവിതത്തിൽ ഒന്നിച്ചായിരുന്നല്ലോ, നമ്മൾ ഒരേ പള്ളിയിലായിരുന്നല്ലോ, നമ്മൾ ഒരേ സഫിലായിരുന്നല്ലോ, നമ്മൾ ഒരു ഗ്രൂപ്പിനാണല്ലോ ഉംറക്ക് പോയത്, നമ്മൾ ഒരു ഗ്രൂപ്പിനാണല്ലോ ഹജ്ജിന് പോയത്, നമ്മൾ ഒരു സക്കാത്ത് സെല്ലാണല്ലോ സക്കാത്ത് കൊടുത്തത്. പക്ഷേ പരലോകത്ത് വരുമ്പം ചില ആളുകൾക്ക് വെളിച്ചമുണ്ടാവും, ചില ആളുകൾക്ക് വെളിച്ചമുണ്ടാവില്ല. അപ്പോൾ തമ്മിൽ ചോദിക്കാണ്, നമ്മൾ ദുന്യാവിൽ ഒന്നായിരുന്നല്ലോ, ഒരു മഹലിലായിരുന്നല്ലോ, ഒരു പള്ളിയിലായിരുന്നല്ലോ, ഇപ്പോൾ നിങ്ങൾക്ക് വെളിച്ചമുണ്ട്, ഞങ്ങൾക്ക് വെളിച്ചമില്ല. എന്താണ് കാരണം? അപ്പൊ അവിടെ പറയണ്ടേ എന്താണ് കാരണം എന്ന്? ഇതൊന്നും നടന്നതല്ല, നടക്കാനിരിക്കുന്ന കാര്യമാണ്, നടക്കാനിരിക്കുന്ന കാര്യമാണ്. ആ നടക്കാനിരിക്കുന്ന കാര്യം ഇത്ര കൃത്യമായിട്ട് അള്ളാന്റെ റസൂൽ നമുക്ക് പഠിപ്പിച്ചത് എന്തിനാണ്? അല്ലേ? സ്വർഗാവകാശികൾ പറയാണ്, നരകാവകാശികൾ ചോദിക്കുമ്പം സ്വർഗാവകാശികൾ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ സ്വർഗത്തിലെത്താനുള്ള കാരണം എന്താ അറിയോ? ഞങ്ങൾ ഒരു വിചാരണയെ പ്രതീക്ഷിക്കുന്നവരായിരുന്നു എന്നാണ്. ഞങ്ങളൊരു വിചാരണയെ പ്രതീക്ഷിക്കുന്നവരായിരുന്നു. അപ്പോൾ ആ വിചാരണ പ്രതീക്ഷിച്ചുകൊണ്ട് ജീവിച്ച ആളുകൾക്ക് ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവും. കാരണം ഇതൊക്കെ ഹാജരാക്കപ്പെടും, ഇതൊക്കെ ചോദ്യം ചെയ്യപ്പെടുന്നു. സഹോദരങ്ങളെ, നാളെ നന്മ തിന്മകൾ ഹാജരാക്കപ്പെടും. എന്താ മനസ്സിലാകാത്ത നിങ്ങൾക്ക്? നാളെ അത് തൂക്കും, തുലാസിൽ തൂക്കും, നന്മയും തിന്മയും തൂക്കും. അണുമണി തൂക്കം നന്മ പോലും അള്ളാഹു നഷ്ടപ്പെടുത്തൂല. അണുമണി തൂക്കം നന്മ ചെയ്തവൻ അവൻ അവിടെ കാണും, അണുമണി തൂക്കം തിന്മ ചെയ്തവൻ അതവിടെ കാണും. فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. നമ്മൾ ഓതുന്നില്ലേ? അതവിടെ കാണും. ആ തുലാസിൽ തൂക്കുമ്പോൾ പേടില്ലേ സഹോദരങ്ങളെ? അതിങ്ങനെ തുല്യമായി നിൽക്കുന്ന അവസ്ഥ ഉണ്ടായ എന്തേക്കാരം? അത് കൂടുവോ എന്നുള്ള ബേജാറുണ്ടാവില്ലേ? നിങ്ങളെ നന്മ കൂടി നന്മന്റെ ത്രാസ് താന്ന് കിടക്കാണ്, തിന്മന്റെ ത്രാസ് പൊന്തിക്കിടക്കുകയാണെങ്കിൽ ബേജാറ് കുറവേക്കാരം. രണ്ടും ഒപ്പത്തിനൊപ്പം നിൽക്കുമ്പോൾ ടെൻഷൻ ഉണ്ടാവും അല്ലേ? പന്തളി കാണുമ്പോൾ ടെൻഷൻ അല്ലേ? 1-1 നിൽക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ട്. 1-0 നിൽക്കുമ്പോൾ എന്താ ടെൻഷൻ? ഒരു ഗോൾ അടിച്ചാൽ ഇപ്പം കയ്യും, അത്രേ ഉള്ളൂ. 6-0 നിൽക്കുന്ന ധൈര്യം 1-0 അവസാനം ഉണ്ടാവില്ല. അത് ദുന്യാവിനെ നമുക്കറിയണോ? ആഖിറത്തിൽ വിചാരണന്റെ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കി. തുലാസിൽ തൂക്കുമ്പം 1-1 നിൽക്കുമ്പോഴുള്ള സ്ഥിതി എന്തായിക്കാരം? സഹോദരങ്ങളെ, 1-1 നിൽക്കുമ്പോൾ ടെൻഷൻ തന്നെയാണ്. തിന്മയുടെ തുലാസാണ് തൂക്കുന്നതെങ്കിൽ നരകത്തേക്ക് പോകേണ്ടി വരും. അപ്പോ ആ നന്മയുടെ തുലാസ് തൂക്ക, ആ നന്മയുടെ തുലാസിലേക്ക് എന്തെങ്കിലും ചേർക്കാനുള്ള സമയമാണ് ഈ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് മനസ്സിലാക്കണം. മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ചാൻസും ഇല്ല, പിന്നെ ഒന്നും വരൂല. നന്മയുടെ തുലാസിലേക്ക് പിന്നെ ഒന്നും വരൂല സഹോദരങ്ങളെ. ആ തുലാസിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പിന്നെ നമുക്കൊരു ചാൻസ് ഇല്ല. നമ്മൾ മരണത്തോടു കൂടി നമ്മൾ ലോക്കായി ഖബർ കിടക്കേണ്ടി വരും. പിന്നെ ആകെ വല്ല സ്വതക്കം ജാരിയായ വല്ല സ്വതക്കയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന, നമുക്ക് വേണ്ടി സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന മക്കളെ ബാക്കിയായവർക്ക് മാത്രമേ എന്തെങ്കിലും ഖബർക്ക് വരുള്ളൂ. അല്ലാത്തവർക്കൊന്നും ഈ ഖബർക്ക് പ്രത്യേകിച്ചൊന്നും വരാനില്ല. അപ്പം അതുകൊണ്ട് ആ വിചാരണയുടെ നാളിലേക്ക് എന്തെങ്കിലും സമ്പാദിച്ചു വെക്കാനുള്ള സമയങ്ങളിലൂടെയാണ് നമ്മുടെ ജീവിതം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് ജീവിതത്തിൻ്റെ പരീക്ഷണം, അതാണ് ജീവിതത്തിൻ്റെ പരീക്ഷണം. അതുകൊണ്ട് നമ്മൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്ന് നമുക്ക് നമ്മളെ ബോധ്യപ്പെടുത്താൻ കഴിയും. നമ്മൾ അള്ളാഹിനെ സ്നേഹിക്കേണ്ടതുണ്ടോ? നമ്മൾ മാതാപിതാക്കളെക്കാൾ നമ്മൾ കടപ്പെട്ടിരിക്കുന്നത് നമ്മുടെ റബ്ബിനോടാണ്. അത് നമ്മുടെ സൃഷ്ടിപ്പിലാണെങ്കിലും നമ്മുടെ നിയന്ത്രണത്തിലാണെങ്കിലും നമ്മുടെ ആരോഗ്യത്തിൻ്റെ എന്തിൻ്റെ വിഷയത്തിലാണെങ്കിലും. നിങ്ങൾ ആലോചിക്ക്, ഇപ്പോൾ ഒരു ലിവർ മാറ്റി വെക്കണമെങ്കിൽ 40-50 ലക്ഷം റുപ്യ കൊടുക്കണം സഹോദരങ്ങളെ, അല്ലേ? 40-50 ലക്ഷം ചിലവാക്കിയിട്ട് വേണം ഓരോരോ അവയവങ്ങളൊക്കെ, ശ്വാസകോശവും ഹൃദയവും ഒന്നിച്ച് മാറ്റിവെച്ചു. കഴിഞ്ഞ ദിവസം 3 കോടി രൂപക്ക് അമേരിക്കയിൽ പോയിട്ട് ശ്വാസകോശം ഹൃദയം ഒന്നിച്ച് മാറ്റിവെച്ചു ഒരാൾ. അപ്പോൾ നമ്മൾ ഹൃദയത്തിനും ശ്വാസകോശത്തിനും കൂടി 3 കോടി ഉറുപ്പ്യ മനസ്സിലായില്ലേ? 3 കോടി ഉറുപ്പ്യ ഉണ്ടെന്ന് മനസ്സിലായില്ലേ സഹോദരങ്ങളെ? ഇതൊക്കെ അള്ളാഹു വെറുതെ നൽകിയതാണ്. ഇതിന് നന്ദി കാണിക്കുക എന്നതാണ് ഈ ജീവിതം കൊണ്ട് നമ്മൾ ലക്ഷ്യം വെക്കേണ്ടത്. അത് വാക്കിലൂടെ ആയിരിക്കണം, പ്രവൃത്തിയിലൂടെ ആയിരിക്കണം, അല്ലേ? നമ്മുടെ കർമ്മങ്ങളിലൂടെ ആയിരിക്കണം. അത് വർത്താനം പറഞ്ഞാൽ മാത്രം പോരാ, ചില സ്ഥലത്ത് നമ്മൾ പറയേണ്ടി വരും അൽഹംദുലില്ലാ, അല്ലേ? രാവിലെ എണീക്കുമ്പം ഒരു അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് നമുക്ക് പറയാൻ സാധിക്കണം. അത് ഉള്ളിൽ നിന്ന് വരണം. നിങ്ങൾ ആലോചിച്ച്, നമ്മൾ രാത്രി കിടന്നുറങ്ങിയിട്ട് നമ്മളൊരു 11 മണിക്ക് 10:30 ഉറങ്ങിയിട്ട് നമ്മൾ ഒരു 4:30 3:30 നിങ്ങൾ തഹജ്ജുദിന് എണീക്കുമ്പം ഇവിടെ എന്തൊക്കെ സംഭവിച്ചു അറിയാം നിങ്ങൾക്ക്? എത്ര കാഷ്വാലിറ്റിയിൽ ഈ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, വിവിധ ആശുപത്രികളിൽ, വിവിധ കാഷ്വാലിറ്റികളിൽ എത്രയോ ആളുകൾ സ്ട്രോക്കായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, എത്രയോ ആളുകൾക്ക് അറ്റാക്കായിട്ട് വന്നിട്ടുണ്ട്. ഉറക്കത്തിൽ അറ്റാക്ക് സംഭവിച്ച് മരിച്ചുപോയവർ,
മരിക്കാതെ ആശുപത്രിയിൽ കൊണ്ടുവന്നവർ, സ്ട്രോക്കായിട്ട് രാത്രി കൊണ്ടുവന്നവർ, രാത്രി മൂത്രമൊഴിക്കാൻ ബാത്റൂമിൽ പോയി വീണ് എല്ല് പൊട്ടി കൊണ്ടുവന്നവർ, നമ്മൾ 10:30 ഉറങ്ങി 4:30 എഴുന്നേൽക്കുന്നതിന് മുമ്പ് ലോകത്തിൻ്റെ എല്ലാം കാര്യങ്ങൾ സംഭവിച്ചു അല്ലേ? അതിലൊന്നും നമ്മൾ പെട്ടില്ല, നമുക്കതൊന്നും വന്നില്ല. നമുക്ക് അള്ളാഹു എടുത്തു വെച്ച റൂഹിനെ അള്ളാഹു നമുക്ക് തിരിച്ചു നൽകി. അൽഹംദുലില്ലാഹ് അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹിൻ നുശൂർ എന്ന് ഹൃദയം തട്ടിക്കൊണ്ട് ഒരു അൽഹംദുലില്ലാഹ് പറയാൻ സാധിച്ചാൽ അത് അള്ളാഹുവിനോടുള്ള ഇഷ്ടമാണ്, അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. അപ്പോൾ അള്ളാഹു തിരിച്ചും അള്ളാഹിൻ്റെ പ്രത്യേകം തരങ്ങൾ, നമ്മൾ ഒരു ചാണെടുത്താൽ അള്ളാഹു ഒരു മുഴം അടുക്കുമെന്നാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മൾ ഒരു ചാണെടുത്താൽ പടച്ചോന് ഒരു മുഴം കെട്ടെടുക്കുന്നു. നമ്മൾ അള്ളാഹുവിലേക്ക് നടന്നാൽ അള്ളാഹു നമ്മളിലേക്ക് മണ്ടുന്നാണ്, ഓടും. ഇതിനേക്കാൾ എങ്ങനെ പറഞ്ഞു തരുക സഹോദരങ്ങളെ? ഇതിനേക്കാൾ എങ്ങനെ? അള്ളാഹുവിൽ ഒരാൾ ഭരമേൽപ്പിച്ചാൽ അള്ളാഹു അവനെ കൈവിടൂല എന്ന് പറഞ്ഞാൽ ഇനി എന്താ നമ്മളോട് പറയാ? അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചവൻ അള്ളാഹു മതി എന്നാണ്. അള്ളാഹു മതി, കാര്യങ്ങൾ നോക്കാൻ അള്ളാഹു മതി എന്ന് പറയുമ്പം സഹോദരങ്ങളെ, ഈ അള്ളാഹുവിൻ്റെ നാമങ്ങളും വിശേഷണങ്ങളും ഒക്കെ നമുക്ക് നൽകേണ്ട ഒരു കരുത്തതല്ലേ അല്ലേ? മൂസാ നബി ചെങ്കടലിൻ്റെ മുമ്പിൽ ഫിർഔനിൻ്റെയും ചെങ്കടലിൻ്റെയും ഇടയിൽ ലോക്കായി നിൽക്കുമ്പോൾ ആ മൂസാ നബിയുടെ അനുയായികൾ ഇന്നാല മുദ്റകൂൻ, മൂസാ നമ്മൾ പിടിക്കപ്പെട്ടിരിക്കുന്നു, നമ്മൾക്ക് രക്ഷയില്ല, നമ്മൾ ലോക്കാണ് എന്ന് പ്രഖ്യാപിച്ചപ്പോഴും മൂസാ അലൈഹിസ്സലാം തിരിച്ചു പറഞ്ഞത് കല്ലാ, അങ്ങനെയല്ല, ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന് പ്രഖ്യാപിക്കാണ്. എവിടുന്ന് കിട്ടി സഹോദരങ്ങളെ ആ കരുത്ത്? അവിടെ നമ്മൾ നോക്കിയാൽ ഒന്നും കാണാൻ, ഭൗതികമായ മാനദണ്ഡങ്ങൾ വെച്ച് നോക്കിയാൽ അവിടെ ഒരു രക്ഷയില്ല. അവിടെ ബാക്കിൽ ഫിർഔന്റെ സർവ്വസന്നാഹങ്ങളുമായിട്ട് സൈന്യമാണ്, മുമ്പിൽ ചെങ്കടലാണ്. എന്ത് രക്ഷ അവിടെ ഉള്ളത്? അവിടെ സാധാരണ മനുഷ്യൻ പറയണത് ലോക്കായി തന്നെ, കുടുങ്ങി തന്നെയാണ്. അതന്നെ മൂസാ നബിൻ്റെ അനുയായികൾ അതന്നെ പറഞ്ഞത്. പക്ഷേ മൂസാ നബി അപ്പം പറഞ്ഞെന്താ? ഇന്ന മഅയ റബ്ബി, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട്, സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിക്കുന്നതാണ്. അത് അള്ളാഹ് കൂടെ ഉണ്ട് എന്നുള്ള ബോധമുള്ളവനെ അത് കഴിയുള്ളൂ. ആ ബോധം ഉണ്ടാകാൻ എന്ത് വേണം? ആ ബോധം ഉണ്ടാണെങ്കിൽ മഅയ്യത്ത്, പടച്ചോൻ കൂടെ ഉണ്ട് എന്നുള്ളൊരു ബോധം ഉണ്ടാണെങ്കിൽ എന്ത്? അള്ളാഹു നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറഞ്ഞ് സൂറത്തുൽ മാഇദയുടെ 12-ാമത്തെ ആയത്തിൽ പടച്ചോൻ ബനൂ ഇസ്രായേലിനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്താൽ ഞങ്ങളെ കൂടെ ഉണ്ടാകുന്നത്. അത് നമുക്കും ബാധകമായതുകൊണ്ടാണ് നമുക്ക് ആയത്ത് പഠിപ്പിച്ചു തരുന്നത്. അപ്പോൾ ആ ആയത്തിൽ പറയുന്ന കാര്യങ്ങൾ പാലിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രതിസന്ധി വന്നാലും ആ ഒരു ബോധം ഉണ്ടാവും, എൻ്റെ കൂടെ എൻ്റെ റബ്ബുണ്ട് എന്ന്. കാരണം ഇതൊക്കെ തൽക്കാലാണ്. നമ്മൾ ക്ഷമിച്ചത് കൊണ്ട് നമുക്കൊരു പ്രതിസന്ധി വരുമ്പം നമ്മൾ അള്ളാഹുവിൽ ഭരമേൽപ്പിച്ച് അങ്ങനത്തെ ക്ഷമിക്കാൻ പറ്റുള്ളൂ. ആരാണ് അക്ഷമ കാണിക്കുക? ഈ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷയില്ല എന്ന്, ഈ പ്രതിസന്ധി ഒരു ദുരന്തമാണ്, ഇതെനിക്ക് നെഗറ്റീവാണ്, ഇതെൻ്റെ അവസാനമാണ്, ഇതെനിക്ക് വലിയ നഷ്ടമാണ് എന്ന് വിചാരിക്കുമ്പോഴാണ് ഒരാൾ അക്ഷമനാകുക അല്ലേ? ഒരാൾക്ക് നഷ്ടം വരികയാണ്, ആ നഷ്ടം ആത്യന്തികമാണെന്ന് മനസ്സിലാകുമ്പോൾ എന്ത് ചെയ്യും? അയാൾക്ക് ക്ഷമിക്കാൻ കഴിയില്ല. നേരെ മറിച്ച് അയാളോട് പറയാണ്, നിങ്ങൾക്ക് നഷ്ടം വന്നാൽ നിങ്ങൾ കാര്യമാക്കണ്ട, നിങ്ങൾക്ക് ഇരട്ടി തരുന്നു. നമ്മൾ ഭൗതികമായിട്ട് അയാളോട് പറഞ്ഞ് ബിസിനസ്സൊക്കെ ഇറങ്ങിക്കോ, അതിൽ നഷ്ടം വന്നാൽ അതിന് ഇരട്ടി പൈസ ഞാൻ തരുന്ന പറഞ്ഞാൽ അയാൾക്ക് ബിസിനസ് നടത്തി നഷ്ടം വരുമ്പം ഒരു സങ്കടം ഉണ്ടാവില്ല, കാരണം ഇരട്ടി കിട്ടാൻ പോവാണ്. അള്ളാഹ് പറയാണ്, നിങ്ങൾ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് അള്ളാഹു പ്രതിഫലം നൽകും. കാരണം മരിച്ച നേരത്ത് മലക്കുകൾ വന്നിട്ട് പറയുന്ന വാക്കെന്നെ എന്താ നോക്കി? സലാമുൻ അലൈക്കും ബിമാ സബർത്തും എന്നാണ്. ബിമാ സബർത്തും, നിങ്ങൾ ക്ഷമിച്ചത് കൊണ്ട് നിങ്ങൾക്ക് സലാമുണ്ട് എന്നാണ്. അപ്പോൾ ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷമിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പടച്ചോൻ കണക്കാക്കിയതാണ്, അതുകൊണ്ട് എനിക്കെൻ്റെ റബ്ബ് അതിന് പ്രതിഫലം തരും. അത് ചില ദുന്യാവ് തന്നെ തരും, ചിലപ്പോൾ ആഖിറത്തിലേക്ക് തരാം. എന്തായാലും എൻ്റെ റബ്ബ് തരും. എൻ്റെ റബ്ബ് അത് അറിഞ്ഞിട്ട് തന്നെയാണ്. എൻ്റെ റബ്ബ് അത് എന്നെക്കാൾ എന്നെ അറിയുന്നവൻ എൻ്റെ റബ്ബാണ്. എൻ്റെ പ്രതിസന്ധികൾ എന്നെക്കാൾ അറിയുന്നവൻ എൻ്റെ റബ്ബാണ്. എൻ്റെ പരിഹാരങ്ങൾ എന്നെക്കാൾ അറിയുന്നവൻ എൻ്റെ റബ്ബാണ്. എന്നെക്കൊണ്ട് ഏറ്റവും നന്നായി എൻ്റെ പര്യവസാനം അറിയുന്നവൻ എൻ്റെ റബ്ബാണ്. അതുകൊണ്ട് ഞാൻ ക്ഷമിക്കാൻ തയ്യാറാണ് എന്ന് ഒരാൾ തീരുമാനിച്ച സഹോദരങ്ങളെ, അവിടെ അയാൾ വിജയിച്ചു എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ക്ഷമക്ക് അത്രയും പ്രതിഫലമുള്ളത്. പക്ഷെ ക്ഷമിക്കാൻ ആർക്കേ പറ്റുള്ളൂ? നല്ല ദൃഢമായ വിശ്വാസമുള്ള ഒരാൾക്കേ ക്ഷമിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ ജീവിതത്തിൽ മുഴുവൻ, ഈ ജീവിതം എന്നത് ഒരു യാത്രയാണ്, ഇതൊരു പരീക്ഷണമാണ്. ഈ ജീവിതമാകുന്ന പരീക്ഷണ യാത്രയിൽ നമ്മൾ അള്ളാഹുവിനെ കൂടെ കൂട്ടുക, അതാണ് എനിക്ക് പറയാനുള്ളത്. ഈ ടോക്കിൻ്റെ മെസ്സേജ് അതാണ്.
അള്ളാഹുവിനെ കൂടെ കൂട്ടിയിലൊരു യാത്രയാണ്. നമ്മുടെ കൂടെ നമ്മുടെ റബ്ബുണ്ട് ഉള്ളത്. അപ്പം എന്ത് വേണം? നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ചാറ്റ് ചെയ്യുന്നത്, നമ്മൾ നിസ്കാരത്തിൽ സംസാരിക്കുന്നത്, അല്ലാതെ രാത്രി നിസ്കാരത്തിൽ നമ്മൾ സംസാരിക്കുന്നത്, നമ്മൾ ദുആയിൽ നമ്മൾ സംസാരിക്കുന്നത്, നിസ്കാരത്തിൻ്റെ മുമ്പ്, നിസ്കാരത്തിൻ്റെ ശേഷം, തഹജ്ജുദിൻ്റെ മുമ്പ്, തഹജ്ജുദിൻ്റെ ശേഷം പ്രാർത്ഥിക്കുന്നത്. ഇതൊക്കെ ഈ പ്രാർത്ഥനകളൊക്കെ ആരോടാണ്? അള്ളാഹുവിനോടാണ്. അതിനൊരു രഹസ്യ സ്വഭാവമുണ്ട്. നമ്മൾ ആരും ഒച്ചട്ടി പ്രാർത്ഥിക്കാറില്ല. നമ്മൾ മനസ്സിലാണ് പ്രാർത്ഥിക്കൽ. എൻ്റെ റബ്ബേ, അങ്ങനെ പറയാം, എൻ്റെ റബ്ബേ ഈ കാണുന്നുണ്ടല്ലോ എൻ്റെ അവസ്ഥ, എൻ്റെ വിഷമം ഈ കാണില്ലേ, അത് പറയുമ്പോൾ തന്നെ സമാധാനം കിട്ടും. എൻ്റെ റബ്ബിൻ്റെ ഈ കാണുന്ന അവസ്ഥ, അത് രാത്രി ഒരു സൈലൻ്റായി നിൽക്കുന്ന സമയത്ത് നമ്മളെ പ്രതിസന്ധി പടച്ചോൻ്റെ മുമ്പിൽ പറഞ്ഞാൽ അത് പടച്ചോൻ കേൾക്കും, അതിനൊരു പരിഹാരം എൻ്റെ റബ്ബ് ഉണ്ടാക്കും എന്ന് വിശ്വസിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം സഹോദരങ്ങളെ, അത് വലിയൊരു ആശ്വാസം തന്നെയാണ്. അപ്പോൾ നിരന്തരമായി അള്ളാഹുമായിട്ട് ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ, ഒരു വട്ടട്ടിങ്ങനെ തിരിയാത്ത ഒരു കണക്ഷൻ, നെറ്റ്വർക്ക് പോകാത്ത, റേഞ്ച് പോകാത്ത ഒരു ഫുൾ ടൈം കണക്ഷൻ പടച്ചോനായിട്ടുണ്ടാകുക. അത് വളരെ ലളിതമാണ്. അതന്നെയാണ് ഈ ദീൻ എന്ന് പറഞ്ഞാൽ തന്നെ അതാണ്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ തന്നെ അൽഹംദുലില്ലാഹില്ലദി അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ എന്ന് പറഞ്ഞ് നമ്മൾ എണീറ്റിട്ട് അല്ലേ, നമ്മൾ ബാത്റൂമിൽ പോയിട്ട് ഇടതുകാല് വെച്ച് ബാത്റൂമിൽ കയറി നമ്മൾ കാര്യങ്ങളൊക്കെ നിർവഹിച്ച് നമ്മൾ ഒന്നുണ്ടാക്കിയിട്ട് നമ്മൾ ചെല്ലണ്ടേ ചെല്ലി, പിന്നെ ഇറങ്ങുമ്പോൾ ചെല്ലണ്ടേ ചെല്ലി, പിന്നെ നമ്മളൊന്ന് ഒന്നുകൊടുത്ത് ഒന്നുവിന് ശേഷമുള്ള പ്രാർത്ഥന ചെല്ലിയിട്ട് പിന്നെ നമ്മൾ സൂറത്ത് ആൽ ഇംറാൻ്റെ അവസാനത്തെ 10 ആയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചൊല്ലിയെന്നാണ്. ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാഫിൽ ലൈലി വന്നഹാരി ലആയാതിൻ ലിഉലിൽ അൽബാബ്. ആ ആയത്തുകളൊന്ന് ആലോചിച്ച്, അല്ലാഹുവിൻ്റെ റസൂൽ രാവിലെ ഫജ്റിൻ്റെ മുമ്പ് എണീറ്റിട്ട് ഓതിയത്, എന്നും ഓതിയത് 10 ആയത്താണ്. ആ ആയത്തിൻ്റെ കണ്ടന്റുകൾ നോക്കിയിട്ടുണ്ടോ? ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർളി വഖ്തിലാ, അതായത് മുഴുവൻ പ്രാപഞ്ചിക പ്രതിഭാസങ്ങളെയും മൊത്തത്തിലാണ് പറയാണ്. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പ്, രാപ്പകലുകൾ മാറി മാറി വരുന്നത്, ഇത് പറഞ്ഞത് അത്ഭുതമാണ്. നിങ്ങൾ ഭൂമിയുടെയും ആകാശത്തിൻ്റെയും ഏതൊരു സാധനം എടുത്തു നോക്കി, നിങ്ങൾ അള്ളാഹുവിനെ മനസ്സിലാക്കാതിരിക്കൂല എന്നാണ്. കാരണം ഈ അതിൻ്റെ ചെറിയ ആറ്റം അങ്ങനത്തെ താഴത്തേക്ക് മൈക്രോസ്കോപ്പ് അങ്ങനെ ചെറുതായി പോയാലും മേലെ വലുതായി പോയാലും അതിൻ്റെ അത്ഭുതങ്ങളിൽ അത്ഭുതമാണ് അല്ലേ. ഇപ്പോൾ വലിയ ഗോളങ്ങൾ അല്ലേ, ആകാശങ്ങൾ, നക്ഷത്രം എന്ന് പറഞ്ഞാൽ എത്രയാണ്? നിങ്ങൾ ആലോചിക്കുക, നക്ഷത്രം എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കാണുന്ന ചെറിയ മിനുങ്ങി കാണുന്ന നക്ഷത്രങ്ങൾ, അത് നമുക്ക് എന്തായാലും ഈ നക്ഷത്രങ്ങൾ എന്ന് വിശുദ്ധ ഖുർആനിൽ പല സ്ഥലത്തും ആകാശത്തേക്ക് നോക്കുന്നില്ലേ, ചന്ദ്രനെ കാണുന്നില്ലേ, സൂര്യനെ കാണുന്നില്ലേ, നക്ഷത്രങ്ങളെ കാണുന്നില്ലേ എന്നിങ്ങനെ പറയണം. എന്താ ചെയ്യും? അത് സൗദി അറേബ്യയിൽ പോയാൽ നമുക്ക് മനസ്സിലാവും. മേലേക്ക് ഇങ്ങനെ നോക്കിയാൽ മൊട്ട ആകാശം, രാത്രി ഫുള്ള് നക്ഷത്രങ്ങളാണ്. നമുക്ക് എന്താ പറയുക, നമുക്ക് സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെ കാണണമെങ്കിൽ ഒന്ന് പുറത്തിറങ്ങിയിട്ട് തെങ്ങിൻ്റെ പിലാൻ്റെ അടിയിൽ കൂടെ വന്ന് നോക്കണം. ഓൽക്ക് അങ്ങനെയല്ല, ഓൽക്ക് ഉടുന്ന് നോക്കിയാലും ഇങ്ങനെ കാണുന്നത്. ഓൽക്ക് കാലാവസ്ഥയും യാത്രയും ഇതൊക്കെ ഈ നക്ഷത്രയും ഗ്രഹങ്ങളെയും വെച്ചിട്ടാണ് ഓല് പണ്ട് യാത്ര ചെയ്തത്. അത് വളരെ എവിഡൻ്റാണ്. അപ്പോൾ ഈ ഗ്രഹങ്ങളും ഗോളങ്ങളും ഇങ്ങനെ ആകാശത്ത് വീഴാതെ നിൽക്കുന്നത്, ഇതിൻ്റെ ഗ്രാവിറ്റിയും ഇതിൻ്റെ ഫോഴ്സുകളും ഇതിൻ്റെ ഫിസിക്സിൻ്റെ ഐൻസ്റ്റീൻ്റെ തിയറിയും ന്യൂട്ടൻ്റെ തിയറിയും ഇതിങ്ങനെ തിരിയണതും അല്ലേ. നമ്മൾ പറയും ഭൂമി ഒന്നും അങ്ങോട്ടോ ഒരു ഇഞ്ച് അങ്ങോട്ടോ ആയാൽ ഒന്നില്ലെങ്കിൽ ചൂടായിട്ട് ഉരുകിപ്പോകും, അല്ലെങ്കിൽ ജീവൻ സാധ്യമാവില്ല, അല്ലെങ്കിൽ ഇങ്ങോട്ട് തണുത്ത് ജീവൻ സാധ്യമല്ലാതാവും. അതിൻ്റെ ചെരിവ് ഒന്ന് അങ്ങോട്ടോ ആയാൽ കാലാവസ്ഥയിൽ വമ്പിച്ച വ്യതിയാനങ്ങൾ വരും. എല്ലാം കറക്റ്റാണ് അല്ലേ. ഒരു സൂര്യൻ്റെ ഉള്ളിൽ 13 ലക്ഷം ഭൂമികളെ കൊള്ളുന്നു അല്ലേ. ഭൂമിയിലുള്ള മൺതരികൾ, എത്ര മൺതരികളുണ്ട് ഭൂമിയിൽ? നിങ്ങളെ മുറ്റത്തുള്ള മൺതരികൾക്ക് എണ്ണാൻ പറ്റുമോ? എന്നിട്ടല്ലേ ഭൂമിയിലെ ഭൂമിയിലുള്ളതിൽ മൺതരികളെക്കാൾ കൂടുതൽ നക്ഷത്രങ്ങൾ ആകാശലോകത്തുണ്ട് എന്നാണ് നാസ പറയുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഒരു നക്ഷത്രത്തിൻ്റെ വലുപ്പത്ര, ഒരു മൺതരിൻ്റെ വലുപ്പത്ര 13 ലക്ഷം ഭൂമിനെ കൊള്ളും ഒരു സൂര്യൻ്റെ ഉള്ളിൽ നിന്നാണ്. അത്രയും വലുപ്പുണ്ട് സൂര്യൻ എന്നാണ്. ഭൂമിൻ്റെ വലുപ്പത്ര, സൂര്യൻ്റെ വലുപ്പത്ര. അങ്ങനത്തെ കോടാനക്കോടി നക്ഷത്രങ്ങൾ, ഇതൊക്കെ വീഴാതെ തിരിഞ്ഞു മറിഞ്ഞു ഇങ്ങനെ അവിടെ നടക്കുക. അപ്പോൾ ഇതൊക്കെ എന്താ പറഞ്ഞത്? റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇതൊന്നും വെറുതെ സൃഷ്ടിച്ചതല്ല. എന്നിട്ട് എന്താ നിങ്ങൾ അത് പറഞ്ഞുകാണ്ട് മൊബൈലിക്ക് നോക്കി അവസാനം കോമഡി കണ്ട് കിടക്കാനല്ല. റബ്ബന മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. വിശുദ്ധ ഖുർആന് അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പിൻ്റെ അത്ഭുതങ്ങൾ പറഞ്ഞിട്ട് അവസാനം നമ്മളങ്ങോട്ടെ കൊണ്ടുവരുന്നത് ഫഖിന അദാബന്നാർ. അതുകൊണ്ട് അള്ളാഹുവേ, നരക ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാക്കണേ. മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ട്, മരണത്തോട് അവസാനിക്കുന്നതല്ല ഈ ജീവിതം. മരണത്തിന് ശേഷം ജീവിതമുണ്ട്, അവിടെ വിചാരണയുണ്ട്, അവിടെ രക്ഷയുണ്ട്, ശിക്ഷയുണ്ട്, സ്വർഗമുണ്ട്, നരകമുണ്ട്. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുക എന്നതാണ് ജീവിതത്തിലെ
ഫഖദ് ഫാസ്. ആരാണ് നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കുന്നത് അവനാണ് ജീവിതത്തിൽ വിജയിച്ചവൻ. സഹോദരങ്ങളെ, ജീവിതത്തിൽ വിജയിച്ചവൻ ആരാണ് എന്ന് അള്ളാഹു പഠിപ്പിക്കുന്നിടത്ത് തഖ്വയെ പറ്റിയാണ് പറഞ്ഞിട്ടുള്ളത്. നരകത്തിൽ നിന്ന് അകറ്റപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിച്ചവനാണ് ജീവിതത്തിൽ വിജയിക്കുക എന്നാണ് അള്ളാഹു പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ദുന്യാവ് കുറെ കിട്ടി, ഒരേക്കർ തെങ്ങുന്തോട്ടുണ്ടായി എന്നുള്ളതോ, റോഡ് സൈഡിൽ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു ബിൽഡിംഗ് ഉണ്ട് എന്നതുകൊണ്ടോ, ജീവിതത്തിൽ എന്തെങ്കിലും വലിയ ഉന്നതമായ പദവികൾ കൈകാര്യം ചെയ്തു എന്നോ, ഞാൻ ഈ നാടിൻ്റെ മുഖ്യമന്ത്രി, ഇതൊക്കെ നമ്മളെ തോന്നൽ മാത്രമാണ്. ഒരു പഞ്ചായത്ത് മെമ്പറോട് നിങ്ങൾ പോയി ചോദിച്ചാൽ മതി, അയാൾ ആഗ്രഹം എന്താണ്, അയാൾ എന്താ പറയുക, നിങ്ങൾ അടുത്ത പ്രാവശ്യമെങ്കിലും ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ആകണം എന്നാണ് ഓൻ്റെ ഒരു ആഗ്രഹം. ഞങ്ങൾ പഞ്ചായത്ത് പ്രസിഡന്റിനോട് പോയി ചോദിച്ചു നോക്കി, ഓൻ്റെ ആഗ്രഹം എന്താണ്? ഓൻ പറയും ഒരു MLA സീറ്റ് അടുത്ത പ്രാവശ്യം കിട്ടിയാൽ മതി അറിയും. ഒരു 2-8 MLA അയാളോട് പോയി ചോദിച്ചേക്ക് നിങ്ങൾക്ക് എന്താ വേണ്ടിയത്? അപ്പോൾ ഓൻ പറയും MLA ആയിട്ടൊന്നും ഒരു കാര്യമില്ല, ഒരു ചുരുങ്ങിയതൊരു ക്യാബിനറ്റെങ്കിലും ആണെന്നറിയും. എന്നാൽ 2 ക്യാബിനറ്റ് കൈകാര്യം ചെയ്ത ആളത്ത് പോയി ചോദിച്ചു നോക്കി, ഓൻ പറയും ക്യാബിനറ്റിലൊന്നും ഒരു കാര്യമില്ല, ചുരുങ്ങിയതൊരു ആഭ്യന്തരമന്ത്രിയെങ്കിലും ആണെന്നറിയും. എന്നാലും കേരള സ്റ്റേറ്റ് 2 കാറിലെങ്കിലും ഒന്ന് പോകണമെന്നറിയും. 2 കാറിൽ പോയതിനോട് പോയി ചോദിച്ചു നോക്കി, ഓൻ പറയും 2-നും കാര്യമില്ല, 1-ൽ പോകണമെന്നാ പറയാ. 1 കാറിൽ പോയോട് ചോദിച്ചേക്ക്, ഓൻ പറയും മുഖ്യമന്ത്രിക്കൊന്നും ഒരു ബെല്ലാക്ക് പണ്ടേന്നു, ഇപ്പം ഇവിടെ കേന്ദ്ര നിയമമൊക്കെ മാറ്റി, ഇപ്പം ഫുൾ പവർ കേന്ദ്രത്തിനാണ്, അവിടെ ഒരു ക്യാബിനറ്റ് റാങ്കിൽ വരണം എന്നറിയും. ഞാൻ അവിടുത്തെ ക്യാബിനറ്റുകാരോട് പോയി ചോദിച്ചു നോക്കി, അപ്പോൾ ഓൻ പറയും ഒരു കാര്യമില്ല, ഇന്ത്യൻ പ്രധാനമന്ത്രിയെങ്കിലും ചുരുങ്ങിയതാകണം എന്നറിയും. ഞാൻ ഈ പ്രധാനമന്ത്രി ഇപ്പോൾ അത് കൈകാര്യം ചോദിച്ചു നോക്കി, അയാൾ പറയും ഇന്ത്യൻ്റെ പ്രധാനമന്ത്രിയായിട്ട് വലിയ കാര്യമൊന്നുമില്ല, ആകെ ചുരുക്കിയ അമേരിക്കൻ്റെങ്കിലും പ്രധാനമന്ത്രിയാണെന്നറിയും. സഹോദരങ്ങൾ, ഇത് ഇവിടെ ഒന്നും നിൽക്കൂല. എന്ത് കിട്ടിയാലും അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ഉണ്ടാവും. അതാണ് ദുന്യാവ്, അതാണ് ദുന്യാവിൻ്റെ പരീക്ഷണം. ഒന്ന് കിട്ടണത് വരെ കിട്ടണതിനോട് ക്രേസ് ഉണ്ടാവുള്ളൂ, കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അതിൽ വലിയ കാര്യം ഉണ്ടാവില്ല. അപ്പോൾ അടുത്തീമൊക്കെ ഇക്കാരം നമ്മളെ നോട്ടം. അതുകൊണ്ട് ഇതിവിടെ അവസാനിക്കൂല. അത് ആദമിൻ്റെ മക്കളുടെ തൊള്ള മണ്ണുകൊണ്ടല്ലാതെ അറിയില്ല എന്നാ. അത് നിങ്ങൾ ഒരു സ്വർണത്തിൻ്റെ മല കൊടുത്താൽ ഓൻ ചോദിച്ചു അടുത്ത മല എവിടെയെന്ന് അല്ലേ? ഒരു കഥ ഉണ്ട് പണ്ട്. ഒരാൾ ഈ നാട്ടിലെ ഏറ്റവും സമാധാനമുള്ള ഒരാളെ കാണിച്ചു തരും ചോദിക്കും രാജാവ്. ഒരാളെ കൊണ്ടുവരാൻ പറയും. അങ്ങനെ ഒരാളെ കൊണ്ടുവരും, ഏറ്റവും സമാധാനമുള്ള ഒരാളെ കൊണ്ടുവരും. ഓൻ്റെ സമാധാനം ഞാൻ കളഞ്ഞു തരാമെന്ന് പറയും. എന്നിട്ട് എന്താ രാജാവ് കാട്ടുകാര്യങ്ങൾ? രാവിലെ ഉണങ്ങി നീച്ച് ഓൻ പുറത്തിറങ്ങുമ്പോൾ ഓൻ്റെ വാതിലിൻ്റെ മുമ്പിൽ ഒരു കിഴി സ്വർണ്ണ നാണയം തുറന്ന് വെച്ചിട്ടുണ്ടാവും. പൂട്ടിയേക്കല്ല, തുറന്ന് വെച്ചിട്ടുണ്ടാവും. അപ്പം എന്താ നിങ്ങൾ എണ്ണി നോക്കുമ്പോൾ 99 എണ്ണം. അപ്പോൾ വിചാരിച്ചതരോ, നീ ഒന്നാരോടുത്തുണ്ടെങ്കിൽ ഒന്നാരോടുത്തുണ്ട്, ഇപ്പം ആരും ഇതിപ്പോൾ ആരോ കണ്ടുകണല്ലോ, ഒന്നും എടുത്തുകണല്ലോ. ഓൻ്റെ സമാധാനം പോയി, ഓൻ്റെ ഉറക്കം പോയി. ഇതാണ് മനുഷ്യന്മാരുടെ അവസ്ഥ. അപ്പം അതുകൊണ്ട് ഇത് നമുക്ക് തോന്നലാണ്. 10 റുപ്യ ഉള്ളവന് തോന്നും ഒരു 100 റുപ്യ ഇട്ട സംഭവം നേക്കായി തോന്നും. അത് 100 റുപ്യ കൈകാര്യം ചെയ്യണം അറിയാം. ഓൻ 1000-ൻ്റെ കളിയെ കളിച്ചാൽ ഓൻ 1000 മതിയാവില്ല. അപ്പോൾ 1,00,000 കിട്ടിയാലോ അപ്പോൾ കോടിൻ്റെ കളി കളിച്ചാൽ അപ്പോഴും ഓന് മതിയാവില്ല. ഇതാർക്കും മതിയാവില്ല. ഇതെപ്പോഴാണ് മതിയാകാരം പിടിച്ചോട് കൊണ്ടുപോകും. ഇത് മതിയായിട്ട് ആരെയും കൊണ്ടുപോലില്ല, ആണ് കൊണ്ടുപോല. പിന്നെ ഇനി മതി പോരറിയും, ഇനി മതി കളിച്ചിട്ട് പോരറിയും. അപ്പോൾ സഹോദരങ്ങളെ, ആ കൊണ്ടോണീൻ്റെ മുമ്പുണ്ടല്ലോ, ഇത് ചെറിയൊരു കളിയാണ്. ഇത് കുറച്ച് നേരം എല്ലാവർക്കും ഇങ്ങനെ തന്നതാണ്, കളിച്ചോളിയാണ് അറിഞ്ഞിട്ട് ഇതൊരു പിടുത്തം പിടിച്ചോണ്ട് കൊണ്ടുപോകും. അതിൻ്റെ മുമ്പ് നന്നായിക്കൊള്ളി. അതിൻ്റെ മുമ്പ് നാളെ പരലോകത്താണ് വിചാരണ വരാനുള്ളത്. അവിടെയാണ് വിജയവും സ്വർഗ്ഗമുള്ളത്. ആരാണ് നരകത്തിൽ നിന്ന് കഴിച്ചിലായി സ്വർഗത്ത് പോണത്? ഓനാണ് ജയിച്ചത്, ഓനാണ് ഗോളടിച്ചത്, ഓനാണ് കപ്പുള്ളത്, ഓനാണ് വിജയിക്കുക, ഓനാണ് ലോകകപ്പ് കൊണ്ടുപോയത്. അല്ലാതെ ഇബ്ബലാരും അല്ല ലോകകപ്പ് കൊണ്ടാൻ പോണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അള്ളാഹുവിനായിട്ട് നല്ലൊരു ബന്ധം, അള്ളാഹിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ. അള്ളാഹു അല്ലാത്ത ഒരാളും ജീവിതത്തിൽ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ, അള്ളാഹിനോട് മാത്രമേ ദ്വേർക്കാൻ പാടുള്ളൂ, അള്ളാഹിനോട് മാത്രമേ ചോദിക്കാൻ പാടുള്ളൂ, അള്ളാഹിനോട് മാത്രമേ വരമേൽപ്പിക്കാൻ പാടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അല്ലാത്ത ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കരുത്. ഒരാൾ നൂലോ വള്ളോ ഒരു അള്ളാഹു അല്ലാത്ത ഏതെങ്കിലും ശക്തിക്ക് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഹൈറുണ്ടാക്കാനോ നമ്മുടെ ജീവിതത്തെ ബാധിച്ച് എന്തെങ്കിലും ഷെറോ ഒഴിവാക്കി തരാനോ പടച്ചോനല്ലാത്ത ഒരു ശക്തിക്കും കഴിയൂല. അതിന് യാതൊരു കോംപ്രമൈസില്ല. അതില്ലെങ്കിൽ സ്വർഗല്ല. 2 നിസ്കാരമാണ്. നിസ്കാരം എന്ന് പറഞ്ഞാൽ 5 നേരത്തെ നിസ്കാരത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. എപ്പോഴും എന്താ നിങ്ങൾ ഇന്ന് ഇഷ കഴിഞ്ഞാൽ എൻ്റെ സുബൈ എവിടെയാണ്, അത് എവിടെ ആയിരിക്കുമെന്നും അത് എപ്പോൾ നീക്കണമെന്നും അത് എപ്പോൾ പള്ളിയിൽ പോകണമെന്നും അതിൻ്റെ മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് അല്ലാഹുവിൻ്റെ റസൂൽ നഷ്ടപ്പെടുത്താത്തതാണ്. അത് കൃത്യമായൊരു പ്ലാൻ നമുക്ക് വേണം. അങ്ങനെ തന്നെ 5 നേരത്തെ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ വിശ്വാസിക്ക് ഒരു കൃത്യമായ പ്ലാൻ ഉണ്ട്. അതിൽ യാതൊരു അല്ലെങ്കിൽ മിസ്റ്റേക്ക് വരാൻ പാടില്ല. നിസ്കാരം നഷ്ടപ്പെടാൻ പാടില്ല. ജമാഅത്ത് നിസ്കാരം നഷ്ടപ്പെടാൻ പാടില്ല.
പിന്നെ ഈ ദിക്റുകളിൽ നിന്ന് ഇതൊക്കെ ലൈവാക്കുക. ഇതൊക്കെ ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചുള്ളെങ്കിലും അത് ക്ലിയർ ആയിട്ട് നല്ല ഇഖ്ലാസോട് കൂടി അർത്ഥം അറിഞ്ഞ് മനസ്സിലുറപ്പിച്ച് പടച്ചോനോടുള്ള നല്ല അങ്ങേറ്റത്തെ ഇപ്പോൾ പടച്ചോനോട് നമ്മളൊരു കാര്യം ചോദിക്കുമ്പോൾ ആത്മാർത്ഥമായി നല്ല ആഗ്രഹത്തോടു കൂടി ആത്മാർത്ഥമായി ചോദിക്കുമ്പോൾ നല്ല തന്നെ ചോദിക്കുക. നല്ല ഏറ്റവും നിങ്ങൾ ചോദിക്കുമ്പോൾ ഫിർദൗസ് ചോദിക്കണം എന്നാണ് പറഞ്ഞത് അല്ലേ? നമ്മൾ മലയോളം ചോദിച്ചാലേ കുന്നോളം കിട്ടുള്ളൂ എന്ന് പറയലുണ്ട്. ചോദിക്കുമ്പോൾ നല്ലോണം ചോദിക്കണം. ഞാൻ ജസ്റ്റ് സ്വർഗത്തിലാക്കി തരണമെന്ന് പറയരുത്. എന്നെ ജന്നാത്തുൽ ഫിർദൗസിൽ വിചാരണ കൂടാതെ കുടുംബത്തോടൊപ്പം നരകം സ്പർശിക്കാതെ സ്വർഗത്തിൽ പോകണം തന്നെ പറയണം. അല്ലാതെ ഇന്നെ ജസ്റ്റ് സ്വർഗത്തിലാക്കി തരണമെന്ന് പ്രാർത്ഥിക്കരുത്. ഏറ്റവും ഉന്നതമായത് ചോദിക്കുക. കാരണം തരകൾ അതന്നെയാണ് അതിനൊക്കെ കൂലിട്ടു. ആ ചോദിക്കണതിനൊക്കെ കൂലിട്ടു. അള്ളാഹിനോട് നിങ്ങൾ എന്ത് ചോദിച്ചാലും കൂലിയാണ്. പടച്ചോനെ ഒരു വൈകുന്നേരം നല്ലൊരു ചായയും കടി കൊണ്ടാന്ന് അതിൽ തൗഫീഖ് കൊണ്ടാന്ന് പറഞ്ഞാൽ അതും കൂലിയാണ്. ചായ ഇട്ടില്ലെങ്കിലും കൂലിട്ടു. അള്ളാഹിനോട് നിരന്തരമായിട്ട് ഇങ്ങനെ സംസാരിക്കുക. ദുആയിലും ദിക്റിലും അങ്ങനെ നമ്മളെ കാര്യങ്ങളൊക്കെ പടച്ചോ നമ്മളൊരാളായിട്ട് ഇങ്ങനെ മാണൊപ്പം. അതാണ് മയ്യത്ത് എന്ന് പറഞ്ഞാൽ. എൻ്റെ റബ്ബ് എൻ്റെ ആളിൻ്റെ റബ്ബാണ് പടച്ചോ. ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് എൻ്റെ റബ്ബിനെയാണ്. അങ്ങനെ ഒരു ബന്ധത്തിന് നിങ്ങൾ പോയാണ്ട് നിങ്ങൾ ആ പരലോകത്ത് മാലിക് യൗമിദ്ദീൻ നമ്മൾ പറയണ്ടല്ലോ, അങ്ങനെ ഒരു ദിവസം വരും. അന്ന് പടച്ചോൻ്റെ മുമ്പിൽ ഹാജരാക്കപ്പെടും. ആ പടച്ചോൻ ഏത് പടച്ചോനാണ്? നമ്മൾ ഈ ദുന്യാവിൽ ഒപ്പം കണ്ടിടുന്ന പടച്ചോനാണ്. ആ വിചാരണക്കോടെ നിൽക്കുന്ന പടച്ചോൻ എന്ന് പറഞ്ഞത്. അപ്പോൾ അത് വല്ലാത്തൊരു ബന്ധമായിരിക്കും. ആ ബന്ധം കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ഇപ്പം പടച്ചോൻ അറിയണം, മനസ്സിലാക്കണം. അതിനാണ് ഇങ്ങനത്തെ പരിപാടികളും ഇതൊക്കെ നമുക്ക് അള്ളാഹു എന്ത് ഇതിൻ്റെ തൗഫീക്ക് നൽകിയത്.